സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. നിങ്ങളുടെ ധാരാളം വ്യക്തികളുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളുമെല്ലാം ഇമെയിലിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ് പേജിലൂടെയും ഫേസ്ബുക്കിലൂടെയുമെല്ലാം ലഭിച്ചത് എൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് ലഭിച്ചതെല്ലാം പതിവ് പോലെ ഞാൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏതായാലും ജീവിതത്തിൽ ഒത്തിരി കാലമായി പ്രഭാഷണങ്ങളുമായിട്ട് ലോകം മുഴുവനും പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, ചായക്കടക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി എന്ന്. ഏതാണ്ട് അതിൻ്റെ 10 ലക്ഷത്തിലൊരംശം. എറണാകുളം ദ്വാരക ഹോട്ടലിലെ സപ്ലയർ ആയിരുന്ന വ്യക്തിക്കും 40 രാജ്യങ്ങളിൽ പല 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 പ്രാവശ്യം പ്രഭാഷണം നടത്താനെല്ലാം പോകാൻ ഭാഗ്യം കിട്ടി. അമേരിക്ക ആയാലും ഇംഗ്ലണ്ട് ആയാലും കാനഡ ആയാലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായാലും ഓസ്ട്രേലിയ ആയാലും എല്ലാം. പക്ഷെ അന്നെല്ലാം ലഭിച്ചിരുന്ന ആ സന്തോഷം, സംതൃപ്തി, അതിനേക്കാളെല്ലാം സമുജ്വലമായൊരു സംതൃപ്തിയാണ് ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നത്. 10,000 കിലോമീറ്റർ ദൂരം ചെന്ന് ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ ആണ് ഹോളിഡേയ്സിൽ ഏത് രാജ്യത്തിൽ പോയാലും ക്ലാസ് ഉണ്ടാവുക. പക്ഷേ അന്ന് അതെല്ലാം ചെയ്തത് കണ്ണൂരിലും കാസർഗോഡും പാലക്കാടിലെ ചില ഭാഗങ്ങളിലുമെല്ലാം പ്രഭാഷണത്തിന് പോകുമ്പോൾ ശരിക്കും ഭീഷണിയായിരുന്നു. ആ ഭീഷണികളെല്ലാം അതിജീവിച്ച് ക്ലാസ് എടുക്കാൻ സാധിച്ച് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ഒരു കസേരയിലിരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ അന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പലരുടെയും അടുത്തേക്ക് ലോകമെമ്പാടും പോകാനുള്ള ഭാഗ്യം കിട്ടിയതിന് പകരം ജഗദീശ്വരൻ ഇപ്പം തന്നിരിക്കുന്നത് ഞാൻ ക്ലാസ് എടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളത്. അത് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നു. എൻ്റെ വീട്ടിൽ 15 ദിവസമായിട്ട് കാരാഗ്രഹത്തിലിരുന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു. എന്തൊരു വിധി വൈപരീത്യമല്ല, എന്തൊരു ഭാഗ്യമല്ലേ, വിധി ഭാഗ്യം പോസിറ്റീവായിട്ടുള്ളതാണ്. ഇതിനേക്കാളും ഇഫക്റ്റീവായിട്ടുള്ള ഒരു സംവിധാനം സാധിക്കില്ല. ഏറ്റവും ഇഫക്റ്റീവായിട്ട് സാധിക്കുന്നതിൻ്റെ പുണ്യം ആസ്വദിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേര്, പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര്, അവരും പറഞ്ഞു സാറ് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത 8 എണ്ണം ഒന്നുകൂടി എടുത്തിട്ട് പിന്നെ മുമ്പോട്ട് പോകാം. ഞാൻ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയാം. നമ്മള് ഭഗവത്ഗീതയിലെ 13-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. അർജുനന്റെ ചോദ്യമാണ്, പ്രകൃതി പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. 6 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അർജുനൻ ചോദിക്കുന്നത്. നമ്മളും അറിയേണ്ടത് ഒന്ന് പ്രകൃതിയെ കുറിച്ച്. പ്രകൃതി എന്ന് പറയുന്നത് ഈ ഈ ഭൂമിയിൽ, നമുക്ക് തൽക്കാലം ഭൂമിയിൽ എടുത്താൽ മതി, ഈ ഭൂമിയിലുള്ള സർവ്വതിൻ്റെയും ശരീരമായിരിക്കുന്നത് പ്രകൃതിയാണ്. ഈ ഭൂമി ആപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. ഭൂമിയുണ്ട്, വെള്ളമുണ്ട്, വായുവുണ്ട്, അഗ്നിയുണ്ട്, അയോണിക് മെറ്റീരിയൽ ഉണ്ട്, അതിന് വിവേകമുണ്ട്, അതിന് അവയർനെസ് ഉണ്ട്. അവയർനെസ് ഇതെല്ലാം കൂടി ചേർന്നിട്ട് അതാണ് ആ പ്രകൃതിയുടെ ഭാഗമാണ്. ഒരു മത്തങ്ങ ചെടി, ഒരു മാവ്, ഒരു ആന, ഒരു മ്ലാവ്, ഒരു കുതിര, അതെല്ലാം ഈ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നത് സർവ്വതും സാധാരണ മലയാള ഭാഷയിലെ പ്രകൃതി തന്നെ.
പ്രകൃതി എന്നുള്ളതിന് വേണമെങ്കിൽ ഒരു വ്യാഖ്യാനം കൊടുക്കാം. പുരായത് കൃതം തത് പ്രകൃതം. അതിൻ്റെ സ്ത്രൈണഭാവം പ്രകൃതി പണ്ട് മുതൽക്കേ ഉള്ളതാണ്. പണ്ട് മുതൽക്കേ ഇവിടെ ഉള്ളതാണ് പ്രകൃതി. ഗ്ലോറിയസ്ലി ക്രിയേറ്റഡ്. പ്രാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോറിയസ്ലി, കൃതി എന്ന് വെച്ചാൽ ക്രിയേറ്റഡ്. നമ്മൾ കൃതി പറയാറില്ലേ, കുമാരനാശാന്റെ കൃതികള് ഇപ്പൊ എഴുതിയത് പ്രകൃതി പണ്ടേ ഉള്ളതാണ്. അത് പ്രകൃതി. പുരുഷം, അതാണ് നമ്മൾ 11ാം അധ്യായത്തിൽ കണ്ട പ്രപഞ്ച പുരുഷ ചൈതന്യം. പ്രകൃതിയെ സ്ത്രൈണഭാവമായിട്ടും പ്രപഞ്ച പുരുഷ ചൈതന്യത്തെ പുരുഷഭാവമായിട്ടും നമ്മൾ കാണുന്നു. ഇത് രണ്ടും വേദത്തിലുള്ളതാണ്. ശ്രീ സൂക്തം പ്രകൃതിയെക്കുറിച്ച്, പുരുഷ സൂക്തം പ്രപഞ്ച പുരുഷനെ കുറിച്ച്. അതുപോലെ ലളിതാ സഹസ്രനാമം സ്ത്രീയെക്കുറിച്ച്, വിഷ്ണു സഹസ്രനാമം പുരുഷനെ കുറിച്ച്. എല്ലാം അങ്ങനെയാണ് വേദത്തിലുള്ളതും ഇതിഹാസങ്ങളിലുള്ളതും. ശ്രീരാമൻ പുരുഷ ചൈതന്യം, സീത സ്ത്രീ ചൈതന്യം. അതുപോലെ തന്നെ ബ്രഹ്മാവ് പുരുഷ ചൈതന്യം, സരസ്വതി സ്ത്രീ ചൈതന്യം. ശിവനെ കുറിച്ചും വിഷ്ണുവിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഇതെല്ലാം, ഈ കാണുന്ന പച്ചപ്പും എല്ലാം പ്രകൃതിയുടെ ഭാഗം. പുരുഷം പ്രപഞ്ച പുരുഷ ചൈതന്യം. ക്ഷേത്രം, മൂന്നാമത്തേതാണ് ക്ഷേത്രം. ഒരു തരത്തിൽ കൺഫ്യൂഷൻ ഇല്ല. ജീവാത്മാവ് കുടികൊള്ളുന്ന ഈ ശരീരം ക്ഷേത്രമാണ്. ജീവാത്മാവ് കുടികൊള്ളുന്ന ആൽമരവും ക്ഷേത്രമാണ്. ജീവാത്മാവ് കുടികൊള്ളുന്ന ആനയും കാളയും എലിയും പശുവും പട്ടിയും പൂച്ചയും അതിനകത്ത് ജീവാത്മാവ് കുടികൊള്ളുന്നുണ്ട്. അമ്പലങ്ങളിൽ പരമാത്മാവ് കുടികൊള്ളുന്നുണ്ട്. അമ്പലങ്ങളിൽ പരമാത്മാവ് കുടികൊള്ളുമ്പോൾ അത് വലിയ ക്ഷേത്രം. നമ്മളുടെ ശരീരങ്ങളിലെല്ലാം ജീവാത്മാവ് കുടികൊള്ളുന്നുണ്ട്. അതും ക്ഷേത്രം തന്നെയാണ്. അതിനും അമ്പലത്തിൽ രാവിലെ നട തുറക്കണം, അഭിഷേകം നടത്തണം, മലര് നിവേദിക്കണം. എന്നിട്ട് രാവിലത്തെ പൂഷപൂജയുണ്ട്, ഉച്ചപൂജയുണ്ട്, വൈകുന്നേരത്തെ പൂജയുണ്ട്. ഇതൊക്കെ നമുക്കും വേണം. രാവിലെ എഴുന്നേൽക്കണം, കുളിക്കണം, പ്രഭാത കൃത്യങ്ങൾ ചെയ്യണം, ഒരു കോഫി കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഡ്രസ്സിങ് വേണം, അവിടെയും അലങ്കാരം വേണം, അവിടെയും എനർജി വേണം, നമുക്കും എനർജി വേണം. അപ്പൊ നമ്മളുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്നുള്ളത്. ക്ഷേത്രജ്ഞൻ എന്ന വാക്കിൽ ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു. അതാണ് തോന്നുന്നു സംശയം. ക്ഷേത്രജ്ഞൻ എന്ന വാക്കിൽ സംശയിക്കേണ്ട. ശാസ്ത്രജ്ഞൻ, ശാസ്ത്രം അറിയാവുന്നവൻ ആരാണോ അവൻ ശാസ്ത്രജ്ഞൻ. ബ്രഹ്മജ്ഞൻ, ബ്രഹ്മത്തെ കുറിച്ച് അറിയാവുന്നവൻ ആരാണോ അവൻ ബ്രഹ്മജ്ഞൻ. വളരെ സിമ്പിൾ അല്ലേ? ബ്രഹ്മജ്ഞൻ. നമ്മുടെ കയറുവിധി മന്ത്രിയുണ്ട്, ധനകാര്യമന്ത്രി. അയാൾ ധനതത്വശാസ്ത്രജ്ഞനാണ്. ധനതത്വത്തെ കുറിച്ച് അറിയാവുന്ന ആളൊന്നുമല്ല, എന്നാലും അദ്ദേഹം അറിയപ്പെടുന്ന ധനതത്വശാസ്ത്രജ്ഞൻ. ധനതത്വത്തെ കുറിച്ച്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് നയതന്ത്രജ്ഞൻ. നയതന്ത്രജ്ഞൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ജയശങ്കർ വളരെ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ജയശങ്കറിന്റെ നയതന്ത്രജ്ഞതയാണ് ഹെവി വാട്ടർ കിട്ടാനും ന്യൂക്ലിയർ റിയാക്ടറൊക്കെ വളരെ ഗംഭീരമായിട്ട് അമേരിക്കൻ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കാനും സാധിച്ചത്. നയതന്ത്രജ്ഞത അല്ലേ? വേദജ്ഞൻ. ഇപ്പൊ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന ശാസ്ത്രം അറിയാവുന്ന ആള്. ധനതത്വശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ധനതത്വശാസ്ത്രം അറിയാവുന്ന ആള്. അതുപോലെ തന്നെ വേദജ്ഞൻ എന്ന് വെച്ചാൽ വേദം അറിയാവുന്ന ആള്. അങ്ങനെ ഇവിടെ ക്ഷേത്രജ്ഞൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തെ കുറിച്ച് അറിയാവുന്ന ആള് ക്ഷേത്രജ്ഞൻ. ഈ ശരീരത്തെ കുറിച്ച് അറിയാവുന്ന ആളാണ് ക്ഷേത്രജ്ഞൻ. വളരെ സിമ്പിളാണ്. ക്ഷേത്രജ്ഞൻ, വേദജ്ഞൻ, ബ്രഹ്മജ്ഞൻ, നയതന്ത്രജ്ഞൻ എന്നുള്ള പോലെ തന്നെയാണ് ക്ഷേത്രം. അപ്പൊ പ്രകൃതിയെ കുറിച്ച് മനസ്സിലായി, പുരുഷനെ കുറിച്ച് മനസ്സിലായി, ക്ഷേത്രത്തെ കുറിച്ച് മനസ്സിലായി. ക്ഷേത്രജ്ഞമേവച, ക്ഷേത്രജ്ഞനെ കുറിച്ച് മനസ്സിലായി. ആർക്കാണോ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നത് അയാൾ ക്ഷേത്രജ്ഞൻ. ഏതത് വേദിതുമിച്ഛാമി, ഇതെനിക്കറിയാൻ ആഗ്രഹമുണ്ട് കൃഷ്ണ. ജ്ഞാനം ജ്ഞേയം. ജ്ഞാനം എന്താണ്? സിമ്പിൾ വാക്കിൽ പറയാം, വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ എങ്ങനെ പെരുമാറണം? നമുക്ക് ക്ഷമ വേണം, ധൃതി വേണം, വാശി ഉണ്ടാവാൻ പാടില്ല, നല്ല അനുഗ്രഹാത്മകമായ പ്രസാദാത്മകമായ മുഖം വേണം. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ എന്തെല്ലാമാണോ അത് മുഴുവനും ജ്ഞാനത്തിന്റെ ലിസ്റ്റിൽ പെടും. അതാണ് മാനേജ്മെന്റാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ്. അതല്ലാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ളതല്ല ജ്ഞാനം. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇന്ന് ഞാൻ വീണ്ടും അത് എടുക്കാന്ന് പറഞ്ഞത്. എങ്ങനെയാണ് സൗമ്യമായിട്ട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് ക്ഷമ വേണ്ടത്, എങ്ങനെയാണ് ദാനം ചെയ്യേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവനോട് അനുകമ്പ വേണ്ടത്, എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്,
ഇതിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞേയം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ എളുപ്പത്തിലൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. എൻ്റെ ഹാർട്ട് ഇങ്ങനെ അടിക്കുന്നത് എങ്ങനെയാ? അതിനകത്തൊരു ചൈതന്യം ഉള്ളത്. ആ ചൈതന്യത്തെ കുറിച്ചൊന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നു, നമ്മുടെ ലിവർ പ്രവർത്തിക്കുന്നു, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കുന്നു. 22 അടി നീളമുള്ള ഒരു കുടലുണ്ട് നമുക്ക്. വലിച്ചു നീട്ടിയാൽ 33 അടിയായി. അത് നമ്മൾ രാത്രി കഴിക്കുന്ന ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും പിറ്റേ ദിവസം രാവിലെ ആ കുടലിന്റെ മറ്റേ അറ്റത്തേക്ക് എത്തുന്നത് എങ്ങനെയാ കുടലിന്റെ മറ്റേ അറ്റത്തേക്ക് എത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം അതിങ്ങനെ നമ്മൾ പറയാതെ കറക്റ്റായിട്ട് 22 അടിയുടെ അപ്പുറത്തേക്ക് പോകും, പിന്നെ പുറത്തേക്ക് പോകുന്നു. കറക്റ്റായിട്ട് നമ്മൾ ജനിച്ചത് മുതൽക്ക് മരിക്കുന്നത് വരെ ഈ പ്രക്രിയ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നു. മൂക്കിലൂടെ എടുക്കുന്ന ശ്വാസകോശത്തിലെ ഓക്സിജൻ നമ്മുടെ ബ്ലഡ് എടുക്കുന്നു, എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നു. നമ്മുടെ ഭക്ഷണത്തിലുള്ള അയേണ്, സിങ്ക്, മെഗ്നീഷ്യം, കോപ്പർ, ഇതെല്ലാം കറക്റ്റായി, അയോഡിൻ, ഇതെല്ലാം എടുത്ത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ചൈതന്യം ഏതാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ജ്ഞേയം. എളുപ്പത്തിലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ആ ചൈതന്യത്തെ കുറിച്ച്. കെമിസ്ട്രി പഠിച്ചാലും ബയോ കെമിസ്ട്രി പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും കുറച്ചൊക്കെ മനസ്സിലാക്കാം. പിന്നെ അതിനെ ആത്മീയതയുമായിട്ട് കൂട്ടിച്ചേർത്താൽ ജ്ഞേയം, അറിയേണ്ടതെന്തോ ആ ചൈതന്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊന്ന് പഠിച്ചാലാണോ എല്ലാം പഠിച്ചതായിട്ട് വരുന്നത്, അതാണ് ജ്ഞേയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരെണ്ണം ഇല്ല. പ്രശ്നോപനിഷത്തിലെ 8 ശിഷ്യന്മാരെ ഇരുത്തി യജ്ഞവൽക്യ മഹർഷി ചോദിച്ചു, നീ വേദത്തിന്റെ എല്ലാം പഠിച്ചോ എന്ന്. പൂർവം പറഞ്ഞു എല്ലാം പഠിച്ചു എന്ന്. എല്ലാം പഠിച്ചു എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നീ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അടുത്തവരോട് ചോദിച്ചു എല്ലാം പഠിച്ചോ എന്ന്. പാവം പറഞ്ഞു ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ശരിക്കും അവൻ പഠിച്ചവനാണ്. അപ്പൊ അവർ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ നീ എന്തൊക്കെയോ പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അർത്ഥം. അടുത്തവരോട് ചോദിച്ചു, പാവം പറഞ്ഞു ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി, അത് പഠിച്ചു ഞാനെന്ന്. അപ്പൊ നിനക്ക് മനസ്സിലാവാൻ തുടങ്ങി, നീ പഠിക്കാൻ തുടങ്ങി എന്ന് യജ്ഞവൽക്യ മഹർഷി പ്രശ്നോപനിഷത്തിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പഠിച്ചാലാണോ അനന്തമായിട്ടുള്ളത് അതൊന്നും പഠിച്ച് തീരാനേ സാധ്യമല്ല. അത്രയും അധികം പഠിക്കാനുള്ളതാണ്. അതിനെയാണ് നമ്മൾ ശരിക്കും ജ്ഞേയം എന്ന് അറിയേണ്ടത്. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കാം. പക്ഷെ ഈ 5 വാക്കുകൾ നിങ്ങൾക്ക് ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണൻ പറഞ്ഞതും ഇത് തന്നെയാണ്. ഗോപാലകൃഷ്ണൻ പറഞ്ഞതും കൃഷ്ണൻ പറഞ്ഞതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇനിയാണ് ശ്രീ ഭഗവാൻ വാച 13-ാം അധ്യായത്തിലെ 2-ാമത്തെ വരി. ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യവിധീയതേ. നമ്മുടെ ശരീരം മാത്രമല്ല, 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുടെയും ജീവജാലങ്ങളുടെയും ശരീരത്തിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഏതദ്യോ വേത്തി ത്വം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവരാരാണ്? ഇപ്പൊ ചെടികളെ കുറിച്ച് ബോട്ടണി അധ്യാപകർക്കറിയാം, മൃഗങ്ങളെ കുറിച്ച് സുവോളജി അധ്യാപകർക്കറിയാം, കെമിക്കൽസിനെ കുറിച്ചിട്ട് കെമിസ്ട്രിക്കാർക്കറിയാം, ബയോ കെമിസ്ട്രിയെ കുറിച്ച് ബയോ കെമിസ്റ്റിന് അറിയാം. അർത്ഥം മനസ്സിലായല്ലോ? അപ്പൊ അവരും ക്ഷേത്രജ്ഞന്മാർ തന്നെയാണ്. ബോട്ടണി, നല്ല ചെടികളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അയാൾ ക്ഷേത്രജ്ഞനാണ്. അതിനകത്തുള്ള ചൈതന്യത്തെ കുറിച്ച് അവർ കാര്യമായിട്ട് നോക്കുന്നില്ല, അത് മാത്രം. എന്നാലും അതും കൂടി അറിയണം. അപ്പോ ഏതദ്യോ, ഈ ശരീരത്തെ കുറിച്ച്, നമ്മുടെ ശരീരം മാത്രമല്ല, എലിയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും നേരത്തെ പറഞ്ഞ മാതിരി ഏതൊക്കെ ജന്തു ജീവജാലങ്ങളുണ്ടോ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആ ജന്തു ജീവജാലങ്ങൾക്ക് ഇരയും ഇണയും അന്വേഷിക്കാനുള്ള കഴിവ് അതിനകത്തുണ്ട്. വീണ്ടും പറയുന്നു, ഇരയും ഇണയും അന്വേഷിക്കാനുള്ള കഴിവ് അതിനകത്തുണ്ട്. ആ ചൈതന്യത്തെ ആർക്കാണോ അറിയാവുന്ന അയാളെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. ഇതി തദ്വിദ, അത് നീ അറിഞ്ഞാലും. 13-ാം അധ്യായത്തിലെ 3-ാമത്തെ വരി. ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. നമ്മുടെ ഒരു കോളേജിലെ പ്രിൻസിപ്പാളുണ്ട്. ആ പ്രിൻസിപ്പാള് എല്ലാ അധ്യാപകരെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ്, എല്ലാ വിദ്യാർത്ഥികളെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അയാളെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത്. നമ്മുടെ ഹെഡ് മാസ്റ്റർ ഉണ്ടല്ലോ, മാസ്റ്ററിന്റെ ഹെഡാണ് ഹെഡ് മാസ്റ്റർ. അപ്പോൾ ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി, ഞാനും ക്ഷേത്രജ്ഞനാണ്. ഞാൻ ചെറിയ ക്ഷേത്രജ്ഞനല്ല, എല്ലാ ക്ഷേത്രജ്ഞന്മാരുടെയും അകത്ത് പ്രവർത്തിക്കുന്നതും എല്ലാ ക്ഷേത്രങ്ങളുടെയും അകത്ത് പ്രവർത്തിക്കുന്നതും അറിയുന്ന മഹാക്ഷേത്രജ്ഞൻ അത് ഞാനാണ്. മഹാക്ഷേത്രജ്ഞൻ, മഹാപണ്ഡിതൻ നമ്മൾ പറയില്ലേ, പണ്ഡിതൻ, മഹാപണ്ഡിതൻ, ഗുരു, മഹാഗുരു. അതുപോലെ മഹാ ചേർത്ത് നിങ്ങൾ എന്തൊക്കെ പറയുന്നു അതെല്ലാം പ്രധാനം, മഹാ, ഗ്രേറ്റ് എന്നൊക്കെ വാക്കുപയോഗിച്ചിട്ട് എന്ത് പറയുന്നു. അപ്പൊ ക്ഷേത്രജ്ഞം ച മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത.
എല്ലാ ശരീരങ്ങളിലും ഇരിക്കുന്ന ആ ചൈതന്യത്തെക്കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വെറും ക്ഷേത്രജ്ഞനല്ല, സൂപ്പർ ക്ഷേത്രജ്ഞനാണ് എന്ന് കൃഷ്ണൻ കൃത്യമായിട്ട് പറയുന്നു. ഞാൻ പറഞ്ഞിരിക്കുന്ന അറിവുകൾ 64 ദിവസം കൊണ്ട് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് ഞാൻ പഠിച്ചു. കൃഷ്ണൻ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയിട്ട് 64 ദിവസം കൊണ്ട് 64 വിദ്യകൾ പഠിച്ച് കൃഷ്ണൻ വന്നപ്പോഴത്തേക്കും കൂട്ടത്തിലുള്ളവരൊക്കെ ഗുരുവിനോട് തട്ടിക്കേറി. എന്താ തട്ടിക്കേറിയത്? ഞങ്ങൾ ഇവിടെ വന്നിട്ട് 2, 3, 4 കൊല്ലായി. കൃഷ്ണൻ ഇവിടെ വന്നിട്ട് കൃത്യം 64-ാം ദിവസം പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങേര് പോവാണ്. അതെന്താ അങ്ങേര് ഈ സാന്ദീപനി മഹർഷി എന്താ KT ജലീലാണോ? അവനവന്റെ ആൾക്കാർക്ക് മാർക്ക് കൊടുക്കാനും അവനവന്റെ ആൾക്കാരെ പാസ്സാക്കാനും അവനവന്റെ ആൾക്കാരെ നാരായണ ഗുരുദേവന്റെ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ദുരന്ത ജന്മം, കള്ളക്കടത്തും മുന്തിരിങ്ങ കടത്തും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ദുരന്ത ജന്മം മാതിരി KT ജലീലിനെ പോലെയുള്ള പാർട്ടിയാണോ സാന്ദീപനി മഹർഷി എന്ന രീതിയിൽ ചോദിച്ചു. അങ്ങനെയൊന്നും ചോദിച്ചില്ല, അന്ന് KT ജലീൽ ഇല്ല. അപ്പോഴത്തേക്കും നമ്മുടെ സാന്ദീപനി മഹർഷി പറഞ്ഞത് എന്താ അറിയാമോ? നിങ്ങളൊക്കെ പഠിക്കുന്നത് ഞാൻ പറയുന്നത് കേട്ടിട്ടാണ്. കൃഷ്ണൻ പഠിച്ചത് പ്രകൃതിയെ നോക്കിയിട്ടാണ്. പ്രകൃതിയാണ് ലോകത്തിലെ മഹാശാസ്ത്രജ്ഞൻ. മഹാഗ്രന്ഥം പ്രകൃതിയാണ്. ആ മഹാഗ്രന്ഥം നോക്കിയിട്ടാണ് കൃഷ്ണൻ കേട്ടും കണ്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും പഠിച്ചത്. അതുകൊണ്ട് കൃഷ്ണന്റെ പഠനം കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ കൃഷ്ണനിൽ നിന്ന് എനിക്കേ പഠിക്കാനുള്ളൂ, ഞാൻ കൃഷ്ണനെ പഠിപ്പിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല, ലോകത്തിന് നന്മ ചെയ്യാനായിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടാ വിട്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. സർവക്ഷേത്രം എന്ന് വെച്ചാൽ എലിയും പല്ലിയും പട്ടിയും പൂച്ചയും എല്ലാത്തിനെ കുറിച്ച് ഞാൻ സർവക്ഷേത്രേഷു ഭാരത. അതിനകത്തിരിക്കുന്ന ചൈതന്യത്തെ കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മഹാക്ഷേത്രജ്ഞനാണ്. ക്ഷേത്രജ്ഞത്രയോർ ജ്ഞാനം. എന്നെ മഹാക്ഷേത്രജ്ഞൻ എന്ന് പറയാൻ കാരണം എന്താണ്? ജ്ഞാനം എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ജ്ഞാനം എന്നുള്ളത്? എന്താണ് എന്നുള്ളത് 5ാമത്തെ പോയിന്റ്. ജ്ഞാനം എന്താണ്? അതായത് 13-ാം അധ്യായത്തിലെ 1-ാമത്തെ വരിയിലെ ജ്ഞാനം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ക്ഷേത്രജ്ഞയോർ ജ്ഞാനം. ക്ഷേത്രത്തെ കുറിച്ചുള്ള അറിവുണ്ടാവണം, ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചുള്ള അറിവുണ്ടാവണം, ക്ഷേത്രജ്ഞനെ കുറിച്ചുള്ള അറിവുണ്ടാവണം. യത്തജ്ഞാനം മതം മമ. അതാണ് യഥാർത്ഥ ജ്ഞാനം. അതിനകത്ത് കുറേ കാര്യങ്ങൾ വരും, പിന്നീട് വരുന്നുണ്ട്. ആ മനുഷ്യനെ കുറിച്ചുള്ളതും ആ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ളത് അറിവ്, ക്ഷേത്രജ്ഞാനം. അയാള് ക്ഷേത്രജ്ഞൻ. അപ്പൊ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെയും കുറിച്ച്, ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെ കുറിച്ച്. ആ ക്ഷേത്രമാകുന്ന ശരീരത്തിന് വികാര വിചാരങ്ങളുണ്ട്. ആ സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്, കടമയുണ്ട്, കടപ്പാടുണ്ട്. അതുപോലെ തന്നെ വാശിയുണ്ട്, പകയുണ്ട്, വിദ്വേഷമുണ്ട്, അസൂയുണ്ട്, കുശുമ്പുണ്ട്, കുനിഷ്ടുണ്ട്, പരദൂഷണമുണ്ട്, പാരവപ്പെട്ട് കാര്യമുണ്ട്. ഇതിനെക്കുറിച്ച് എല്ലാത്തിനെയും കുറിച്ച് അറിയണം. ക്ഷേത്രജ്ഞയോർ ജ്ഞാനം. ക്ഷേത്രത്തില് ഇതൊക്കെ ഉണ്ട്. എന്റെ ശരീരത്തിൽ ഇതൊക്കെ ഉണ്ട്. സ്നേഹം, എനിക്ക് ചിരിക്കാൻ സാധിക്കുന്നുണ്ട്, സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ട്, കരയാൻ സാധിക്കുന്നുണ്ട്, ഭയപ്പെടാൻ സാധിക്കുന്നുണ്ട്. എന്റെ മുഖത്ത് വികാര വിചാരങ്ങൾ വരും, എന്റെ ശരീരത്തിൽ വികാര വിചാരങ്ങൾ വരും, എനിക്ക് വികാര വിചാരങ്ങൾ വരും, നമുക്ക് വികാര വിചാരങ്ങൾ വരുമെന്ന് ക്ഷേത്രജ്ഞൻ അറിയാം. അയാളെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ രണ്ടിലുമുള്ള അറിവിനെയാണ് യജ്ഞാനം മതം മമ. അതാണ് യഥാർത്ഥത്തിൽ അറിവ്. സന്തോഷമുണ്ടാകുന്നു, അത് എന്തുകൊണ്ട്? അത് ജ്ഞാനമാണ്. ദുഃഖമുണ്ടാകുന്നു, അത് എന്തുകൊണ്ട്? നിർമ്മമോ നിരഹങ്കാര, എന്റേതെന്ന സ്വാർത്ഥത ഉണ്ടാവുന്നു, അത് എന്തുകൊണ്ട്? അതാണ് ജ്ഞാനം. അഹംഭാവം ഉണ്ടാവുന്നു, അത് എന്തുകൊണ്ട്? അത് അന്വേഷിക്കല ജ്ഞാനം. അപ്പോൾ നമുക്കുണ്ടാകുന്ന വികാര വിചാരങ്ങളുടെ അറിവ്, അതാണ് ജ്ഞാനം മതം. ഇത് എന്റെ അഭിപ്രായമാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി അഭിപ്രായം വ്യത്യാസപ്പെടുത്താൻ സ്വാതന്ത്ര്യമുണ്ട്. മതം മമ, ഇതും ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. കൃഷ്ണൻ പറഞ്ഞ എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയേ. 4-ാമത്തേത് തത് ക്ഷേത്രം യച്ച യാദൃച്ഛ യദ്വികാരി യതശ്ച യത്. ഈ ശരീരമാകുന്ന ക്ഷേത്രം, ആ ക്ഷേത്രം എങ്ങനെ ഉണ്ടായി? അത് എന്താണ്? യച്ച, ഏതൊന്നാണോ ഈ ക്ഷേത്രം, അതെങ്ങനെ ഉണ്ടായി? യാദൃച്ഛ, അതെങ്ങനെ ഉണ്ടായി? അതുപോലെ യദ്വികാരി, അതിലെന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്? അതിൽ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെ ഉണ്ടാവുന്നത്? യതശ്ച യത്, അത് എവിടെ നിന്ന് ഇങ്ങോട്ടാ പോയത്? 15 വർഷം മുമ്പ് നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ എങ്ങനെയുണ്ട്? ഇനി ഒരു 15 വർഷം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉണ്ടാവും? ഒരു 25 വർഷം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉണ്ടാവും? ഇതെല്ലാം ചിന്തിച്ചു നോക്കാം.
അപ്പൊ യഥശ്ചയത്, എവിടെ നിന്ന് എവിടേക്കാ നമ്മുടെ പ്രയാണം? 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ്, 40, 50, 60 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്തായിരുന്നു? ഇത് തന്നെ ഒരു വെണ്ടക്കയുടെ കാര്യം. വെണ്ടയ്ക്ക പൂ വന്നു, 3-ാം ദിവസം വെണ്ടയ്ക്ക, 5-ാം ദിവസം, 8-ാം ദിവസം, 10-ാം ദിവസം, അത് കഴിഞ്ഞു ഉണങ്ങി കഴിഞ്ഞു. യഥശ്ചയേഹ, ആ പൂവിൽ നിന്ന് അത് വിത്തിലേക്ക് മാറിയത്, അതിനെക്കുറിച്ചുള്ള പഠനം. അപ്പൊ യത് ക്ഷേത്രം, ഏതൊന്നാണോ ക്ഷേത്രം, യച്ച അത് ഏതൊന്നാണോ, അത് എന്താണോ ക്ഷേത്രം, യാദൃച്ഛ അത് എവിടെ നിന്നാണ് ഉണ്ടായത്, അത് എങ്ങനെയായി തീരുന്നു, യദ് വികാരി അതിനകത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, യതശ്ചയത് അത് എവിടെ നിന്ന് എവിടേക്കാണ് പ്രയാണം ചെയ്യുന്നത്, സജയോ യത് പ്രഭാവശ്ച അതിന്റെ ഉത്ഭവം, അതിന്റെ ഉത്ഭവവും അതിന്റെ പ്രഭാവവും എന്താണ്? സിമ്പിൾ. ആ വെണ്ടയ്ക്ക നമ്മൾ സാമ്പാർ ഉണ്ടാക്കി തിന്നുന്നത് അതിന്റെ പ്രഭാവമാണ്, അതിന്റെ പ്രഭാവമാണ്. നാളികേരം ഉണ്ടല്ലോ, കരിക്കായിരിക്കുമ്പോൾ അതിന്റെ വെള്ളം കുടിക്കുന്നു, തേങ്ങയായി കഴിയുമ്പോൾ മടലും ബാക്കിയുള്ളത് കളയുന്നു, അതിന്റെ വെള്ളം കുറച്ച് ചിലപ്പോൾ കഴിക്കും, അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ളത് എടുത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അതിന്റെ പ്രഭാവം എന്താണ്? ആ തേങ്ങയുടെ പ്രഭാവം എന്താണ്? കരിക്കിന്റെ പ്രഭാവം എന്താണ്? വെള്ളക്കയുടെ പ്രഭാവം എന്താണ്? ചൊട്ടയുടെ പ്രഭാവം എന്താണ്? തെങ്ങിന്റെ കള്ളിന്റെ പ്രഭാവം എന്താണ്? കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്ന ആ പ്രഭാവം, അതിന്റെ ഇമ്പാക്ട്, ഇൻഫ്ലുവൻസ് എന്താണ്? പ്രഭാവശ്ച തത് സമാസേന, അതെല്ലാം കൂടി ചേർത്ത് ചുരുക്കിയിട്ട് മേശൃണു, ഞാൻ പറയുന്നത് നീ കേൾക്കാം. അപ്പൊ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാം, അപ്പൊ ആ ക്ഷേത്രത്തെക്കുറിച്ച്, ആ ക്ഷേത്രം എന്താണ്, അതെങ്ങനെ ഉണ്ടായി, അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ്, അത് എവിടെ നിന്ന് എങ്ങോട്ടാണ് മാറുന്നത്, അതിന്റെ പ്രഭാവം എന്താണ്, അതിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയാം. നീ ക്ഷേത്രത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചു, ക്ഷേത്രജ്ഞനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചു, പ്രകൃതിയെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചു, പ്രപഞ്ച പുരുഷനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചു, ജ്ഞാനം എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചു, അത് അറിവെന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചു, അറിയേണ്ടത് എന്താണെന്ന് പറയാൻ ആഗ്രഹിച്ചു. അതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ പറയാം. 5 ഋഷിഭിർ ബഹുദാ ഗീതം. ഇവിടെ കൃഷ്ണൻ കുറച്ച് മുമ്പ് പറഞ്ഞു മതം മമ, ഇത് എന്റെ അഭിപ്രായമാണെന്നാണല്ലോ കൃഷ്ണൻ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞ രീതിയിൽ ആവണമെന്നില്ല ഋഷിമാര് പറഞ്ഞിരിക്കുന്നത്, വേറെ രീതിയിൽ ഋഷിമാര് പറയും അല്ലേ. ഒരു പൂവിനെ നോക്കിയിട്ട് കുമാരനാശാൻ എഴുതിയ മാതിരി ആയിരിക്കില്ല പൂക്കച്ചവടക്കാരൻ എഴുതുന്നത്. ആ പൂവിനെ കുറിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരി അങ്ങനെ വിവരിക്കുന്ന മാതിരി ആവില്ല നവ്യ നായരും കാവ്യമാധവനും വിവരിക്കുന്നത്. ആ പൂക്കച്ചവടക്കാരൻ ഒരു റീത്ത് ഉണ്ടാക്കുന്ന ആള്, ആ റീത്ത് ഉണ്ടാക്കുന്ന ആള് ഒരു പൂവിനെ കുറിച്ച് വിവരിക്കുന്ന മാതിരി ആവില്ല ബോട്ടണി പ്രൊഫസർ ആയാലും അതല്ലെങ്കിൽ ഒരു കെമിസ്ട്രി പഠിച്ച ആളായാലും പൂവിനെ കുറിച്ച് വിവരിക്കുന്നത്. അത് കൃഷ്ണൻ കറക്റ്റായിട്ട് പറയണം, ഞാൻ വിവരിച്ചത് എൻ്റെ അഭിപ്രായം. ഇനി നിനക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഋഷിഭിർ ബഹുദാഗീതം, ഋഷിമാര് വ്യത്യസ്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചന്തോഭിർ വിവിധൈ പൃഥക്, ചന്തോഭിർ എന്ന് വെച്ചാൽ വേദങ്ങൾ വേറെ രീതിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മസൂത്ര പദൈശ്ചൈവ, സർവചരാചരങ്ങളിൽ നിലനിൽക്കുന്ന പ്രജ്ഞാനം ബ്രഹ്മ. അപ്പൊ ബ്രഹ്മസൂത്രം വിവരിക്കുന്ന വേറെ രീതിയിലായിരിക്കും. ഈ ഒരു സ്വാതന്ത്ര്യമാണ് ഹിന്ദു ധർമ്മത്തിന്റെ സ്വാതന്ത്ര്യം. എത്ര ഗംഭീരമായിട്ടാണ് വൈവിധ്യമാർന്ന രീതിയിൽ ഇതെല്ലാം വിവരിക്കാമെന്ന് കൃഷ്ണൻ തന്നെ പറയുന്നത്. ഹേതുമദ്ഭിർ വിനിശ്ചിതൈഹി, ഈ ബ്രഹ്മസൂത്ര പദൈശ്ചൈവ ഹേതുമദ്ഭിർ, ഏതിനെ കുറിച്ചും ഇതിൽ വിവരിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ കാരണത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അത് വളരെ വിനിശ്ചിതයි ഉറപ്പിച്ച് വിവരിക്കുന്നുണ്ട്. ഫ്ലെക്സിബിൾ ഒന്നുമല്ല, റിജിഡ്ലി ഫ്ലെക്സിബിളും ഫ്ലെക്സിബിളി റിജിഡും ഒന്നുമല്ല, നല്ല രീതിയിൽ തന്നെ വിവരിക്കുന്നുണ്ട്. പക്ഷെ ആ ലെവൽ എത്തിയാലേ അത് മനസ്സിലാവുള്ളൂ എന്ന് മാത്രം. പക്ഷെ നീ ആ ലെവൽ എത്തിയിട്ടില്ല അർജുന, അതുകൊണ്ട് നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നിന്നോട് ബ്രഹ്മസൂത്രം വായിക്കാൻ പറഞ്ഞാൽ നിനക്ക് പോകാൻ പറ്റുമോ? വേദം വായിക്കാൻ പറഞ്ഞാൽ പോകാൻ പറ്റുമോ? നിനക്ക് ഋഷിമാര് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് പുസ്തകം നോക്കി വായിക്കാൻ പറഞ്ഞാൽ നിനക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചുരുക്കി നിനക്ക് പറഞ്ഞു തരാം. 6ാമത്തെ ശ്ലോകം, മഹാഭൂതാനി, സിമ്പിൾ വാക്കാണ്, പഞ്ചഭൂതങ്ങളമായിരിക്കുന്ന സർവചരാചരങ്ങളും, മഹാഭൂതാനി അഹങ്കാര, അതിനകത്തുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സും, സ്വബോധവും പ്രജ്ഞാനവും, ബുദ്ധി, അതിലുള്ള ബുദ്ധി, വിവേകം, ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും എല്ലാം ഉണ്ട്. നമ്മൾ ധരിക്കുന്ന മാതിരിയല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ട്. നമ്മൾ ഈ ആറ്റം എടുത്താൽ തന്നെ ഞാൻ ഒരാഴ്ച മുമ്പ് പറയേണ്ട, എസ് ഓർബിറ്റല്, പി ഓർബിറ്റല്, ഡി ഓർബിറ്റല്, sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല്,
ഈ ഓർബിറ്റലുകളിലൂടെയാണ് ഇലക്ട്രോണുകൾ 2182 km/s വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഇലക്ട്രോണിന്റെ വേഗത കൃത്യമാണ്. നടുക്കുള്ള ന്യൂക്ലിയസിന്റെ സ്പിന്നിങ് 3.1 മില്യൺ ടൈം പെർ സെക്കൻഡ്, 31 ലക്ഷം പ്രാവശ്യം പെർ സെക്കൻഡ്. അതിനും ബോധമുണ്ട്. ആ സോഡിയം എന്ന് പറയുന്നത് വിഷമുള്ള സാധനമാണ്. സോഡിയം വിഷമല്ലേ? ക്ലോറിൻ എന്ന് പറഞ്ഞാലോ അതും വിഷമാണ്. സോഡിയവും വിഷമാണ്, ക്ലോറിനും വിഷമാണ്. അപ്പൊ ഒരു വിഷം പ്ലസ് മറ്റൊരു വിഷം ഈക്വൽ ടു ഇമ്മണി വലിയ വിഷം. അങ്ങനെയല്ലേ പറയുക? 5 + 5 10 അല്ലേ? ഒരു വിഷം പ്ലസ് മറ്റൊരു വിഷം ഈക്വൽ ടു ഇമ്മണി വലിയ വിഷം. സോഡിയം എന്ന വിഷം, ക്ലോറിൻ എന്ന വിഷം. പക്ഷെ ആ സോഡിയവും ക്ലോറിനും കൂടി ചേർന്നതല്ലേ നമ്മൾ സാമ്പാറിന് ഇടുന്ന കറിയുപ്പ്? അതിന്റെ വിഷം എവിടെ പോയി? അതെന്താ പോയത്? അത് അതിനറിയാം. അത് വിഷമുള്ളതാകണം, വിഷം ഇല്ലാത്തതാകണം. എന്നാലേ ആൾക്കാർ സാമ്പാറും ഓലനും എരിശ്ശേരിയും പുളിശ്ശേരിയും തലശ്ശേരി കൊലശ്ശേരി ഉണ്ടാക്കുള്ളൂ എന്നറിയാം. അപ്പൊ 2 വിഷങ്ങൾ തമ്മിൽ ചേർന്നപ്പോഴത്തേക്കും വിഷം ഇല്ലാത്ത സാധനമായി മാറി ഉപ്പ്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. അപ്പൊ അതുകൊണ്ട് മഹാഭൂതാൻ അഹങ്കാര, സർവചരാചരങ്ങളും അതിനകത്തുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സും അതിനകത്തുള്ള ബുദ്ധി വിവേകം അവ്യക്തമേവച്ച, ഇതൊക്കെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ഇതൊക്കെ അവ്യക്തമായിട്ട് നിലനിൽക്കുന്നു. അവ്യക്തമാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് പറയാമോ? ബുദ്ധി എന്ന് വെച്ചാൽ എന്താ? നല്ല ബുദ്ധി അങ്ങ് കേറിയിട്ടാണ് ആ ശങ്കരൻ ശിവശങ്കരൻ എന്ന് പറയുന്ന ആള് 40ാമത്തെ പ്രാവശ്യമാണ് NIA മുമ്പിൽ പോകുന്നത്. അതിനേക്കാളും ബുദ്ധി കേറിയ പാർട്ടിയാണ് നമ്മളുടെ മുംതാസ് ഇസ്മായിൽ എന്ന് പറയുന്ന സ്വപ്ന സുരേഷ്. മുംതാസ് ഇസ്മായിൽ എന്നാണ് അതിന്റെ ബുദ്ധിയാണ്. ആ മുസ്ലിം പേര് മാറ്റിയിട്ട് ഹിന്ദു പേരിട്ടിട്ട് ഹിന്ദുക്കളെ തറയാക്കാൻ. അതാണ് ബുദ്ധി. 40,000 GB പച്ചത്തെറി രണ്ടുപേരും കൂടി ചർച്ച ചെയ്തിരിക്കുന്നത്. എന്താ രസം ഇതൊക്കെ! ഇതാണ് ബുദ്ധി എന്ന് പറയുന്നത്. പക്ഷെ ചെന്ന് പെട്ടത് അവസാനം ഇവരുടെ കയ്യിൽ തന്നെയാണ്. നാട്ടുകാരെ വീട്ടിൽ കയറി ചെല്ലാൻ വീഡിയോയും എടുത്തുകൊണ്ട് പോയ വേറൊരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയെ പുകഴ്ത്തിയിട്ട് അതുമാതിരി ആയിരക്കണക്കിന് അമ്മച്ചിമാരുണ്ടാവണം എന്ന് പറയുന്ന വേറൊരു കവയത്രിയോ ഉണ്ട്. എല്ലാത്തിനും ശരിക്കും ഇപ്പൊ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നു. അവിടെ ബുദ്ധി ക്ഷയിച്ചു, അവിടെയാണ് ബുദ്ധി തകർന്നു. ഉപയോഗിക്കേണ്ടത് ഇന്നലെയും ഇന്നും നാളെയും ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ വേണം കാര്യങ്ങൾ പറയാനും ചെയ്യാനും. ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും ഇന്നത്തെ പ്രശ്നത്തിന് കാരണമാവരുത്. ഇന്ന് പറഞ്ഞതും ഇന്ന് ചെയ്തതും നാളത്തെ പ്രശ്നത്തിന് കാരണമാകരുത്. ഇന്നലെ ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തതും പറയേണ്ടിയിരുന്നത് പറയാത്തതും ഇന്നത്തെയും നാളത്തെയും പ്രശ്നത്തിന് കാരണമാകാത്ത വിധത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് ബുദ്ധി എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ കേന്ദ്രത്തിൽ നടക്കുന്നത്. ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അവ്യക്തമേവ ഇന്ദ്രിയാണി ദശൈകം. ഈ പഞ്ചജ്ഞാന കഴിഞ്ഞ ദിവസം എടുത്തതായതാണ് ഞാൻ നീട്ടി പറയുന്നില്ല. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള് ചെവി, കണ്ണ്, മൂക്ക്, നാക്ക, ത്വക്ക്. പഞ്ചകർമ്മേന്ദ്രിയങ്ങളെ കയ്യ, കാല്, നാക്ക്, പ്രൊക്രിയേറ്ററി ഓർഗൻസ്, ഡൈജസ്റ്റീവ് ഓർഗൻസ്. പ്ലസ് മനസ്സ്, ഏകം മനസ്സ്. പഞ്ചേന്ദ്രിയ ഗോചരം. പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയ ഗോചരങ്ങൾ. കേൾക്കാനുള്ള ശബ്ദം, കാണാനുള്ള പ്രകാശം, വാസനിക്കാനുള്ള ദ്രവ്യങ്ങള്, ടേസ്റ്റ് അറിയാനുള്ള ഭക്ഷണം, സ്പർശന സുഖം അറിയാനുള്ള സാധനം, അത് ഇന്ദ്രിയ ഗോചരങ്ങൾ. ഇച്ഛ, ഡിസയർ, ആഗ്രഹങ്ങൾ, ദ്വേഷം, വാശി, ദേഷ്യം, സുഖം നിങ്ങൾക്കറിയാം, ദുഃഖം നിങ്ങൾക്കറിയാം, സംഘാതം, ടെൻഷൻ എന്ന് തൽക്കാലം എടുക്കാം. ചേതന, ധൃതി, മനസ്സിന്റെ വികാരം. അത് ഏതത് ക്ഷേത്രം സമാസേന സവിത വികാരം ഉദാഹൃതം. ഈ ക്ഷേത്രത്തിലുള്ളതൊക്കെയാണ് ഇത് ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന വികാരങ്ങളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും തമ്മിൽ ബന്ധിക്കുന്നത്. നമ്മളുടെ ശരീരത്തില് ഉള്ള പഞ്ചഭൂതങ്ങള്, നമ്മുടെ ശരീരത്തിലുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സും, നമ്മുടെ ശരീരത്തിലുള്ള ബുദ്ധി, ഇത് പലതും അവ്യക്തമാണ്. നമ്മുടെ ശരീരത്തിലെ പഞ്ചജ്ഞാനേന്ദ്രിയം, നമ്മുടെ ശരീരത്തിലെ പഞ്ചകർമ്മേന്ദ്രിയം, നമ്മുടെ ശരീരത്തിലുള്ള മനസ്സ്, പിന്നെ നമ്മുടെ ശരീരം പുറത്തു നിന്ന് ഇൻപുട്ട്, ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ്, മാത്രമല്ല സ്മെല്ലിങ്, ഈറ്റിംഗ് ആൻഡ് ടച്ചിങ്. ഇതെല്ലാം കൂടി ഈ ക്ഷേത്രത്തിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ മനസ്സിനകത്തുള്ളത് ഇച്ഛ, ഡിസയർ, ദ്വേഷം, ദേഷ്യം, സുഖം, ദുഃഖം, സംഘാതം, ടെൻഷൻ, ചേതന, വിവേകം, ധൃതി, മനസ്സിന്റെ അവസ്ഥ, ക്ഷേത്രം. ഇതൊക്കെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ക്ഷേത്രത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ അനാറ്റമി മാത്രം പഠിച്ചാൽ പോരാ, ശരീരശാസ്ത്രം മാത്രം പഠിച്ചാൽ പോരാ. ഇന്റഗ്രേറ്റഡ് സ്റ്റഡി ഓഫ് ദ ഹ്യൂമൻ ബോഡി, ഇന്റഗ്രേറ്റഡ് സ്റ്റഡി, സമഗ്രമായിട്ട് പഠിക്കണമെങ്കിൽ ഇതെല്ലാം ചേർത്ത് പഠിക്കണം. അർജുന 6-7. ഇനി നമുക്ക് 8ലേക്ക് കിടക്കാം. അപ്പൊ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അടുത്തത് അമാനിത്വം, വിനയം. അതൊരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടതാ. ഒരു പട്ടിക്കുണ്ട്, ആനക്കുണ്ട്, ഒട്ടകത്തിനുണ്ട്,
ഇവിടെ ചില ജില്ലകളിലുള്ള ഒട്ടകങ്ങളല്ല, നല്ല ഒട്ടകങ്ങൾക്കുണ്ട്. അമാനിത്വം, സിംപ്ലിസിറ്റി, ലാളിത്യം. അദംബിത്വം, അഹങ്കാരമില്ലായ്മ, ശരീരത്തിന്റെ പ്രകടനമാണത്. അഹിംസ, ശരീരത്തിന്റെ തന്നെ പ്രകടനമാണ്. ക്ഷാന്തി, അത് ക്ഷമ. ആർജവം, സരളത, സിംപ്ലിസിറ്റി. ആചാര്യ ഉപാസനം, ആചാര്യന്മാരെ സാധാരണ നമ്മൾ പറയാറുള്ളത് ആപ്തവാക്യം പ്രമാണം, ശ്രേഷ്ഠന്മാരുടെ പ്രമാണങ്ങൾ. ആചാര്യന്മാരെ ഉപാസിക്കുക. ആചാര്യനും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗുരു എന്ന് പറഞ്ഞാൽ ടീച്ചർ, ആചാര്യൻ എന്ന് പറഞ്ഞാൽ മെന്റർ. കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ആര്യഭടാചാര്യൻ, ഭാസ്കരാചാര്യൻ, ലല്ലാചാര്യൻ, വടേശ്വരാചാര്യൻ, ശുശ്രുതാചാര്യൻ, ചരകാചാര്യൻ, വിശ്വാമിത്ര മഹർഷി, വേദവ്യാസ മഹർഷി, ഖണ്വ മഹർഷി. അവരൊക്കെ മഹർഷിമാര്, ഗുരുക്കന്മാരാണ്. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് ജഗത് സർവം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അല്ലെങ്കിൽ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ. വ്യാസനാണ് ഗുരുക്കന്മാരുടെ ഗുരുക്കളായിട്ട് എടുക്കുന്നത്. അപ്പൊ ഗുരു എന്ന് വെച്ചാൽ ടീച്ചറിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ അറിവില്ലായ്മ മാറ്റുക, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇഗ്നറന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കലാണ് ടീച്ചറിന്റെ ഉത്തരവാദിത്വം. മെന്ററിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക. കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് എത്തിക്കേണ്ടയിടത്ത് വരെ എത്തിക്കല് ആണ് ആചാര്യൻ. ചാര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിൽ നടക്കുക. ആചാര്യൻ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആള്. അപ്പൊ ആചാര്യ ഉപാസനം, ആചാര്യന്മാരെ ആരാധിക്കല്. ശൗചം, ക്ലീൻലിനെസ്. സ്ഥൈര്യം, സ്റ്റെബിലിറ്റി. ആത്മവിനിഗ്രഹം, ആത്മ എന്ന് വെച്ചാൽ ആത്മാവല്ല, നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. ആ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് പോയതാണ് കോടിയേരിയുടെ 2 മക്കൾക്ക് പറ്റിയത്. അത് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മകനും പറ്റിയത്. അങ്ങനെ പലർക്കും പറ്റുന്നത് ആത്മവിനിഗ്രഹം. അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. ഓപ്പോസിറ്റിനെ കാണുമ്പോഴത്തേക്കുള്ള വികാര തിമർപ്പില് മന്ത്രിയായിരിക്കുമ്പോഴും മന്ത്രിയുടെ മക്കളായിരിക്കുമ്പോഴും പരമാവധി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ട് ദുരന്ത ജന്മന്തിലായിട്ട് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഒരു ക്യാബറേ ഡാൻസറുടെ മകന്റെ ഉത്തരവാദിത്വം മാറ്റേണ്ടി വന്നു ബീഹാറിൽ വെച്ചിട്ട്. സ്പീഡിൽ പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഓർമ്മിക്കുക, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം. അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ആദ്യം വേണ്ടത് അതാ. പട്ടിക്കും പൂച്ചയ്ക്കും പന്നിക്കും ആനയ്ക്കും വരെ അവനവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ ബോധമില്ലാത്ത വ്യക്തികൾക്ക്, ഗുണ്ടകൾക്ക് അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? എന്തേ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ പൈസ കൊടുത്തിട്ട് പോകണം. അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആത്മവിനിഗ്രഹം നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്ന ആദ്യം അവനവനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. കാരണം മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവൻ ഉണ്ടാക്കുന്ന പ്രോബ്ലം ലോകത്തിലെ മറ്റ് ഏത് മൃഗം ഉണ്ടാക്കുന്ന പ്രോബ്ലത്തെക്കാളും വലുതാണ്. ഒരു കാട്ടിലെ ഒരു ആന ഒറ്റയാനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ഉപദ്രവിച്ചാലേ അത് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുള്ളൂ. നിങ്ങൾ നോക്കുക, നമ്മുടെ പെരുമണ്ണിലെ ഒരു ട്രെയിൻ വലിയ വിവരം ഇല്ലാത്തവന്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഓവർ സ്പീഡ് എടുക്കല്ലേ, റെയില് ബെൻഡിങ് ഉള്ള സ്ഥലമാണെന്ന് അവരോട് പറഞ്ഞു. ഡ്രൈവറോട് വെള്ളം അടിച്ച് അവൻ അങ്ങ് സ്പീഡിൽ വിട്ടു. പെരുമണ്ണിൽ ആ ട്രെയിൻ നേരെ വെള്ളത്തിൽ പോയി. എത്ര എണ്ണങ്ങളാ മരിച്ചത്? ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ദുരന്തം. ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്ന അത് തന്നെയാണ്. ഒരു വ്യക്തി ഏറ്റവും പരമാചാര്യനായിട്ട് ഇരുന്നുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ദുരന്തമാണ് ഓരോന്നും. അതുകൊണ്ട് ആത്മവിനിഗ്രഹം മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നത് ഏറ്റവും ഹീനമായിട്ടുള്ളതാണ്. ഏറ്റവും നല്ലതും ചെയ്യാൻ പറ്റും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് മനുഷ്യന് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി മനുഷ്യന് ആത്മവിനിഗ്രഹം കൊടുത്തിരിക്കുന്നത്, സെൽഫ് കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. ആ സെൽഫ് കൺട്രോൾ കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റുക? അധ്യാപകരുടെ ക്ലാസ്സിൽ കുറെ പെൺകുട്ടികൾ ഇരിക്കണമെങ്കിൽ ഇയാളുടെ വികാര തിമർപ്പ് തീർക്കാൻ ആ പെൺകുട്ടികളെ ഉപയോഗിക്കാം. അതാണ് സഹോദരിയായാലും ഭാര്യയായാലും മകളായാലും മറ്റു പെണ്ണുങ്ങളായാലും ആണുങ്ങളായാൽ പെണ്ണുങ്ങൾക്കും അവനവനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോകുന്ന പോക്കാണ് ഇപ്പൊ പലതും കാണുന്നത്. കെട്ടിത്തൂക്കി 2 കുട്ടികളെ ഇട്ടതും അവരുടെ അച്ഛനമ്മമാര് സെക്രട്ടേറിയറ്റിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയും അത് നോക്കിക്കൊണ്ട് കവയത്രി വീട്ടിനകത്ത് കട്ടിലിൽ കിടക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? ഇതൊക്കെ തന്നെയാണ്. എന്തേ? ആത്മവിനിഗ്രഹം. വലിയൊരു വാക്കാണ്. ആക്രാന്തം കാണിച്ചുകൊണ്ട് പലതും ചെയ്തതിന് ശേഷം സംഭവിക്കുന്നതാണ് ഈന്തപ്പഴമായാലും ശരി, സ്വർണമായാലും ശരി, ബാക്കിയുള്ളതായാലും ശരി. അപ്പോ അമാനിത്വം, അദംബിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം. 9ാമത്തെ വരി ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം.
ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ കൺട്രോള്. എല്ലാം കേൾക്കണമെന്ന് ധരിച്ച് ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ എത്തില്ല. എല്ലാം കാണണമെന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ഈ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എല്ലാം ആസ്വദിക്കണം, എല്ലാം ആസ്വദിക്കണം, ടേസ്റ്റ്, എല്ലാത്തിൽ നിന്ന് സ്പർശന സുഖം കിട്ടണം. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ വിരക്തി ആവശ്യമാണ്. 21-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കാര്യം, ഇന്നത്തെ പത്രം വായിച്ചു കഴിഞ്ഞാൽ ഇതില്ലാത്തതിന്റെ കുഴപ്പം കാണാൻ സാധിക്കും. ഇവിടെ ശ്രീകൃഷ്ണൻ 5162 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇപ്പോ നാളത്തെ രാവിലത്തെ പത്രത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇനി ഒരു 100 വർഷത്തേക്ക് 1000 വർഷത്തേക്ക് ഇത് ആപ്ലിക്കബിൾ ആണ്. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, ഇന്ദ്രിയങ്ങളില് വിരക്തി ഉണ്ടാവുക. എന്ത് കൃത്യമാണല്ലേ ആ വാക്കുകളൊക്കെ അറിയാൻ. ഇതാണ് മാനേജ്മെന്റ്, പക്കാ മാനേജ്മെന്റ്. ഇതാണ് ബോസ് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അതേ രീതിയിൽ ദേഷ്യപ്പെട്ടു നോക്കുക, പട്ടിണിയായി പോവും. അപ്പൊ നാക്കിനെ കൺട്രോൾ ചെയ്യണം, മുഖത്തെ കൺട്രോൾ ചെയ്യണം, വാക്കുകളെ കൺട്രോൾ ചെയ്യണം, വേണ്ടേ? കയ്യും കാലും കൺട്രോൾ ചെയ്യണം, വേണ്ടേ? അതുകൊണ്ടാണ് ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, ഇന്ദ്രിയങ്ങളില് വിരക്തി ഉണ്ടാവുക. വൈരാഗ്യം അനഹങ്കാരം, അഹങ്കാരമില്ലായ്മ. ഡൗൺ ടു എർത്ത്, അപ് ടു ദ സ്കൈ. അതാണ് ശരിക്കും പറഞ്ഞ ഒരാൾ ഗ്രേറ്റ് ആണെന്ന് പറയുന്നത്. എങ്ങനെയാ? അയാൾക്ക് ഭൂമിയോളം താഴാനും ആകാശത്തോളം ഉയരാനും സാധിക്കാം. ഭൂമിയോളം താഴാനും ആകാശത്തോളം ഉയരാനും സാധിക്കുമ്പോഴാണ് അയാൾ ഗ്രേറ്റ് ആവുന്നത്. അതാണ് അനഹങ്കാരം, അഹങ്കാരമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുക. ജന്മമൃത്യു ജരാവ്യാധി, ഇതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുക. നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണ്? അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന. ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ, മരിച്ചതിന് ശേഷമുള്ള അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നമ്മൾ എവിടെയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചെങ്കിലും ബോധമുള്ളൂ. അപ്പോ ജന്മം, നമ്മളുടെ ജന്മം, ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് ഡേറ്റ് ഓഫ് ഡെത്ത് വരെയുള്ള നമ്മളുടെ നിലനിൽപ്പിനെ കുറിച്ച്, ജന്മം, മൃത്യു, രണ്ട് കാര്യം. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മൃത്യു എന്നാ പറയാ, മരണത്തിന് മൃത്യു എന്നാ പറയാ. അപ്പൊ ജന്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം, ജനനവും ജീവിതവും ജന്മത്തിലൂടെ, മരണവും ജീവിത പ്രശ്നങ്ങളും മൃത്യുവിലൂടെ, ജര വാർദ്ധക്യം, വ്യാധി രോഗങ്ങള്. എന്താ രോഗങ്ങള്? രോഗങ്ങള് ദുഃഖ ദോഷ അനുദർശനം. ദുഃഖത്തിന് കാരണം ദോഷം, പ്രശ്നങ്ങള്, ഗുണങ്ങളും ദോഷങ്ങളും, പ്ലസ് ആൻഡ് മൈനസ്, അനുദർശനം. അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവണം, അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. അനുദർശനം, അടുത്ത് ചെന്നിട്ട് അറിയണം. നയിപ്പിക്കുക, അടുത്ത് ചെന്ന് നയിപ്പിക്കുക. അനുദർശനം, അടുത്ത് ചെന്ന് അറിയുക. നമ്മുടെ ജന്മം എന്താണ്, മൃത്യു എന്താണ്, ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണ്, ദുഃഖങ്ങൾ എന്താണ്, സുഖങ്ങൾ എന്താണ്, അതിന്റെ ഗുണദോഷങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിവുണ്ടാവാം. 10ാമത്തെ ശ്ലോകം, അസക്തിരനഭിഷ്വംഗ. അസക്തി, ഒന്നിനോടും വലിയ ബോണ്ടേജ് ഇല്ലാത്ത അവസ്ഥ. അസക്തി അനഭിഷ്വംഗ. അനഭിഷ്വംഗ, ഒന്നിനോടും അംഗമാകാതിരിക്കുക, അതിന്റെ പാർട്ട് ആകാതിരിക്കുക. അനഭിഷ്വംഗ. അതുപോലെ തന്നെ പുത്രദാര ഗൃഹാദിഷു. മക്കള് വേണ്ടെന്നല്ല, ഭാര്യ വേണ്ടെന്നല്ല, വീട് വേണ്ടെന്നല്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഇതിനോടൊക്കെ സാവധാനത്തിൽ വിരക്തി ഉണ്ടാവുക. അതിനോടൊക്കെ വിരക്തി ഇല്ലാതെ വന്നാലാണ് നമുക്ക് ഈ ജീവിതം തന്നെ വലിയൊരു ബേർഡൺ ആയി തീരുക. പതുക്കെ പതുക്കെ ഇതിനോടൊക്കെ നമ്മള് റിലിംഗ്വിഷിങ്. അപ്പൊ യഥാർത്ഥത്തില് അസക്തിരനഭിഷ്വംഗ, ആസക്തി ഇല്ലാതിരിക്കുക, അതിലേക്ക് എൻ്റർ ചെയ്യുന്നതിൽ നിന്ന് പതുക്കെ 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 മാറിക്കൊണ്ടിരിക്കുക. പുത്രധാര ഗൃഹാദിഷു, മക്കളോടുള്ള ബന്ധം അതങ്ങനെയാണ്. അതെങ്ങനെയാ മക്കളോട് ബന്ധം വേണ്ടെന്ന് വെക്കുക? വെറുതെ ചിന്തിച്ചു നോക്കാം. നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ആ കുട്ടിക്ക് 2 വയസ്സാവുമ്പോൾ, 5 വയസ്സാവുമ്പോൾ, 10 വയസ്സാവുമ്പോൾ, 15 വയസ്സാവുമ്പോൾ, 20 വയസ്സാവുമ്പോൾ, 30, 40, 50 വയസ്സാവുമ്പോൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്ന ആ ബന്ധനം ഇപ്പൊ ഉണ്ടോ? അവരുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് അവർക്ക് നിങ്ങളോട് ബന്ധനമുണ്ടോ? ചെറിയ കുട്ടിയായിരുന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ ചുമലിൽ കയറി, അമ്മയുടെ ചുമലിൽ കയറി ഉറങ്ങിയില്ലേ? കുട്ടികൾ വലുതാവുമ്പോഴോ? എന്ത് വ്യത്യാസമാണ്? അതിപ്പോ പ്രകൃതി നിയമമാണ്, അല്ലാണ്ട് കൃഷ്ണൻ പുതിയതായിട്ടൊന്നും പറയുന്നില്ല. പുത്ര ഭാര്യയോടുള്ള ബന്ധനം, വിവാഹം കഴിച്ചു വന്ന ഉടനെ തന്നെ എനിക്ക് നിന്നെ കിട്ടിയത്
എന്തൊരു പുണ്യമായിരുന്നു, എന്തൊരു പുണ്യമായിരുന്നു എന്ന് പറഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്കും മക്കളായി, മക്കളുടെ മക്കളൊക്കെ ആയി. പിന്നെ എന്ത് പറ്റി? എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുക. എന്ത് ചെറിയ കാര്യത്തിനും വലിയ കാര്യത്തിനൊക്കെ ദേഷ്യപ്പെട്ടിട്ട് അവസാനം ഈ ലോകത്തിൽ നിന്ന് യാത്രയാകത്തക്ക വിധത്തിലുള്ള ഒരു മാനസികാവസ്ഥയുണ്ടാക്കല്. അതാണ് ജീവിതം. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ദൂരെ മാറി നിന്ന് കേൾക്കുമ്പോൾ അയ്യോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് തോന്നുമായിരിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നേ. ചിലരൊക്കെ 7-8 പ്രാവശ്യം ഡൈവോഴ്സ് നടത്തിയിട്ടുണ്ട്. 5-6 പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ടുണ്ടെന്ന് പറയുന്ന മാതിരിയാണ് 7-8 പ്രാവശ്യം ഡൈവോഴ്സ് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ പുത്രധാര ഗൃഹാദിഷു അനഭിഷ്വംഗ. പുത്ര ധാര ഭാര്യ ഗ്രഹങ്ങളിലൊക്കെ പരിധിക്കപ്പുറം ബന്ധനമില്ലാത്ത അവസ്ഥ. നിത്യം ച സമചിത്തത്വം. എല്ലാ ദിവസവും സ്റ്റെബിലൈസ്ഡ് ആയിരിക്കുക, കഴിയുന്നത്രയും സ്റ്റെബിലൈസ്ഡ് ആയിട്ട്. സമചിത്തത്വം. ഇഷ്ടാനിഷ്ടോപപത്തിഷു. പാവയ്ക്ക തന്നാലും ശരി, കുഴപ്പമൊന്നുമില്ല. ഇന്നലെ വെള്ളരിക്കയല്ലേ കഴിച്ചത്, അപ്പൊ ഇന്ന് പാവയ്ക്ക ആയിക്കോട്ടെ. ഇന്നലെ വെച്ചത് ഒരു പാട്ടാണ്. അമ്മയുടെ ബ്രാൻഡി കുപ്പി അച്ഛൻ എടുത്തുകൊണ്ട് പോയി, അമ്മയുടെ കമ്മൽ അച്ഛൻ എടുത്തുകൊണ്ട് പോയി, അച്ഛൻ്റെ ബ്രാൻഡി കുപ്പി അമ്മ കൊണ്ടുപോയി എന്നുള്ള പാട്ട് ഇപ്പൊ കേൾക്കാനില്ലല്ലോ. ലജ്ജാവതിയെ എന്ന പാട്ട് ഇപ്പൊ കേൾക്കാനില്ലല്ലോ. കാരണം അത് കാലക്രമത്തിൽ അതൊക്കെ പോകും. നിലനിൽക്കേണ്ടത് നിലനിൽക്കും, അല്ലാത്തതെല്ലാം പോകും. പാടില്ല പാടില്ല നമ്മെ നമ്മൾ, അതിപ്പോഴും ഉണ്ടല്ലോ. മറ്റേത് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. ഇതിപ്പോഴും ഉണ്ടല്ലോ ഇല്ലേ? ചെത്തി മന്ദാരം തുളസി പിച്ചകമാലയുമായി കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു, രണ്ടും ഒരേ രാഗാണ് അല്ലേ? ആ രാഗങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, നല്ല ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ചിലതൊക്കെ നിലനിൽക്കും, ചിലതൊക്കെ പതുക്കെ പോവും. അത് പോകുന്നത് പോട്ടെ. അതുകൊണ്ട് നിത്യം ച സമചിത്തത്വം. ഇതെല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴും സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കാം. സാധിക്കുമെങ്കിൽ വേണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി അവസാനമായ ഒരു വാക്ക് വരുന്നുണ്ട്. ആ വാക്കിന്റെ അർത്ഥങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെ അർജുനൻ കൃഷ്ണനോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരാണ്. കൃഷ്ണൻ വെറുതെ കിടന്ന് കഥാപ്രസംഗം നമ്മുടെ സാംബശിവനെ പോലെ നടത്തുകയല്ല. അടുത്തത് നിത്യം ച സമചിത്തത്വം. ഇഷ്ടാനിഷ്ടോപപത്യഷു. ഇഷ്ടമുള്ളത് ഉണ്ടാവും, ഇഷ്ടമില്ലാത്തത് ഉണ്ടാവും. ഇതെല്ലാം അങ്ങനെ ഇതാക്കാം. പണ്ട് തൃപ്പൂണിത്തുറയിലെ ഒരു ഭയങ്കരമായിട്ടുള്ള സംസ്കൃത പ്രൊഫസർ ഉണ്ടായിരുന്നു. നല്ല ശബ്ദം, പക്ഷെ അദ്ദേഹത്തിന് ഒരു അജീർണം എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. 3, 4, 5 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. 5 പ്രാവശ്യം ഇട്ടുകൊടുത്താൽ, ഉച്ചയ്ക്ക് ഇട്ടുകൊടുത്താൽ പെൻഷനൊക്കെ ഉണ്ട്, പക്ഷെ ദാരിദ്ര്യമാണ് എന്തോ. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കും, ഈ നിങ്ങൾ എന്ത് കറി ഇട്ടാലും തിന്നണത് എന്തുകൊണ്ടാ? ഇപ്പോഴേ കിട്ടുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ള കറി പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്ത് കിട്ടുന്നോ അത് ഞാൻ കഴിക്കുന്നു, നാളെ ഇതൊന്നും കിട്ടിയെന്ന് വരില്ല. ആ വരി കേട്ട് കഴിഞ്ഞാൽ നല്ല ശ്രേഷ്ഠൻ, നല്ല സംസ്കൃത പ്രൊഫസർ, സംസ്കൃത പണ്ഡിതൻ, ലാളിത്യത്തിന്റെ പരമകാഷ്ഠ. അതുപോലെ തന്നെ ദാരിദ്ര്യം. ഇനി ദാരിദ്ര്യം അഭിനയിക്കുകയാണോ അല്ല ദാരിദ്ര്യമാണോ അറിഞ്ഞൂടാ. പക്ഷെ അജീർണം എന്ന രോഗം വേറെ ആരിലും ഞാൻ കണ്ടിട്ടില്ല, അയാളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എത്രയാ കഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. 7, 8, 9 ഗ്ലാസ് പായസം കഴിക്കും, ഒരു 5-6 പ്രാവശ്യം ചോറിട്ട് അത് കഴിച്ച ശേഷം പലരും നോക്കിയിരിക്കും ഇങ്ങനെ ഊണ് കഴിക്കുന്നത്. നോക്കിയിരിക്കും, അതിലൊന്നും അദ്ദേഹത്തിന് വിഷമമൊന്നുമില്ല. അപ്പൊ ഞാനിവിടെ പറയുന്നത് ഇഷ്ടാനിഷ്ടോപപത്തിഷു. കാളൻ കിട്ടിയോ, സാമ്പാർ കിട്ടിയോ, രസം കിട്ടിയോ, തോരൻ കിട്ടിയോ, മെഴുകുവരട്ടി കിട്ടിയോ, പായസം കിട്ടിയോ ഒന്നും അദ്ദേഹം നോക്കില്ല. കാരണം ഇന്ന് അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ട്, നാളെ ഉണ്ടെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന ഭക്ഷണം അദ്ദേഹം ഭംഗിയായിട്ട് കഴിക്കും. അതിനകത്ത് ടേസ്റ്റ് നോക്കുന്നില്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ, അദ്ദേഹത്തിനെ അറിയുള്ളൂ. ആ ഇഷ്ടാനിഷ്ടോപപത്തിഷു എന്ന വാക്കിന് എന്തൊരു അർത്ഥമാണെന്നുള്ളത് ആ വ്യക്തിയെ നോക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. മയി ച അനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി. ഇത്രയെല്ലാം കാര്യങ്ങൾ വിവരിച്ചു. ഇനി എന്നോടുള്ള ഭക്തി, അവ്യഭിചാരിണി ഭക്തി. എന്താ ഇതിന്റെ അർത്ഥം? വ്യഭിചാരം നടക്കാത്ത ഭക്തി. വ്യഭിചാരം എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള വഴി കൂടെ പോകാത്ത ഫോക്കസ്ഡ് ഭക്തി. അവ്യഭിചാരിണി നല്ല വാക്കാണ്, കേരളത്തിന് പറ്റിയ വാക്കാണ് അല്ലേ? അവ്യഭിചാരിണി മയി ഭക്തി. പതറാത്ത, വഴി തെറ്റാത്ത, തിന്മയിലൂടെ പോകാത്ത എന്നോടുള്ള ഭക്തി. എന്നോടുള്ള ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിനോടുള്ള ഭക്തി, കൃഷ്ണനോടുള്ള ഭക്തിയല്ല, കൃഷ്ണൻ പറഞ്ഞതിനോടുള്ള ഭക്തി, കൃഷ്ണന്റെ നിർദ്ദേശത്തോടുള്ള ഭക്തി, കൃഷ്ണൻ എന്ത് കർമ്മമാണോ ധർമ്മമായിട്ട് ചെയ്യാൻ പറഞ്ഞത് അതിനോടുള്ള ഭക്തി. വിവിക്ത ദേശസേവിത്വം.
കഴിയുന്നത്രയും ഒറ്റയ്ക്കിരുന്ന് നല്ല രീതിയിൽ ധ്യാനിക്കാനുള്ള കഴിവ്, ഉപാസന നടത്താനുള്ള കഴിവ്. വിവിക്ത ദേശസേവിത്വം, കൂട്ടത്തിലിരുന്ന് ചെയ്യുന്നതിന് പകരം കഴിയുന്നതും ഐസൊലേറ്റഡ് ആയിട്ട് ആരാധന, തിങ്കിങ്, ധ്യാനം, അല്ലെങ്കിൽ കീർത്തനങ്ങൾ, അല്ലെങ്കിൽ വിവരണങ്ങൾ, അല്ലെങ്കിൽ ചിന്തിക്കൽ സാധിക്കുന്നത്. അതുപോലെ വിവിക്ത ദേശസേവിത്വം അരതിർ ജനസംസതി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് ആസ്വദിക്കുന്നതിന് പകരം കഴിയുന്നതും ഐസൊലേറ്റഡ് ആയിട്ടിരിക്കാം. ഏകാന്ത പതികന്യാൻ അല്ലേ, ഏതോ പിന്നെ എന്തൊക്കെയോ വരികളുണ്ട്. എവിടെ നിന്ന് എത്തി എന്നറിയില്ല, എവിടേക്കാണ് യാത്ര എന്നറിയില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഏകാന്ത പതികൻ ഞാൻ, ജനക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞ് പണ്ടൊരു വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഒരു കഥയുണ്ടായിരുന്നു. നല്ല രസമാണ്. അന്ന് റോക്കറ്റൊക്കെ വിട്ട കാലത്ത് ഭ്രമണപഥത്തിൽ നിന്നുള്ള വരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞ, ജനക്കൂട്ടത്തിലല്ല ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന ഒരു വേളൂർ കൃഷ്ണൻകുട്ടിയുടെ തമാശ ഉള്ള നാടകം. അപ്പൊ ഇവിടെ ജനക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് ആസ്വദിക്കലല്ല, ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ്, ഏകാന്ത പതികൻ. ആ നല്ലൊരു പാട്ടാണത്. ഏതോ സ്വപ്ന വസന്ത വനത്തിലെ ഏകാന്ത പതികൻ ഞാൻ. ആ വാക്കുകളൊക്കെ എഴുതണമെങ്കിൽ തന്നെ എന്തൊരു മുജ്ജന്മ സുഹൃതം വേണം. ആ മുജ്ജന്മ സുഹൃതമുള്ളവരുടെ മുമ്പിലാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ 2 മക്കളെ പിടിച്ച് നിർത്തേണ്ടത്. വിവിക്ത ദേശസേവിത്വം അരതിർ, അരതി എന്ന് വെച്ചാൽ രതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുക, ആസ്വദിക്കുക. അരതിർ ജനസംസതി, ജനങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ താല്പര്യമില്ലായ്മ, ഒറ്റയ്ക്ക് തന്നെ നിൽക്കാനുള്ള. അധ്യാത്മജ്ഞാനനിത്യത്വം, അർത്ഥം അറിയാം. അധ്യാത്മം, ആധ്യാത്മികം, ജ്ഞാനം, ആധ്യാത്മികമായിട്ടുള്ള അറിവ്. നിത്യത്വം, സ്റ്റെബിലൈസ്ഡും, എല്ലാ ദിവസവും അതിനെക്കുറിച്ചുള്ള അറിവ് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം നിത്യവും റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. തത്വജ്ഞാനാർത്ഥ ദർശനം, എന്ത് കാര്യം പറയുമ്പോഴും അതിൻ്റെ വാച്യാർത്ഥം എടുത്താൽ പോരാ, ലക്ഷ്യാർത്ഥവും എടുത്താൽ പോരാ, അതിൻ്റെ തത്വജ്ഞാനാർത്ഥം എടുക്കണം. എന്താ എന്നെ അനുശാസിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൃഷ്ണൻ പറഞ്ഞതിനെ അനുശാസിക്കാനാണ്, അല്ലാതെ കൃഷ്ണനെ ഫോളോ ചെയ്യാനല്ല. കൃഷ്ണൻ വടക്കോട്ട് നടക്കുമ്പോൾ കൃഷ്ണന്റെ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ കൃഷ്ണൻ വടക്കോട്ട് നടക്കുമ്പോൾ കൃഷ്ണന്റെ പുറകെ നടക്കലല്ല. കൃഷ്ണൻ എന്ത് നിർദ്ദേശമാണോ നമുക്ക് നൽകിയിരിക്കുന്നത് അതിനെ ഫോളോ ചെയ്യുക. കൃഷ്ണൻ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കാത്തത് തന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനെ ഫോളോ ചെയ്യലാണ് കൃഷ്ണനെ ഫോളോ ചെയ്യുക. രാമനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ രാമൻ നടന്ന വഴി കൂടെ നടക്കലല്ല, രാമൻ ജീവിതത്തിൽ എന്ത് കാണിച്ചു തന്നോ അതാണ്. നാരായണ ഗുരുദേവന്റെ ശിഷ്യനാണ് ഞാൻ എന്ന് പറയണമെങ്കിൽ നാരായണ ഗുരുദേവൻ പറയാത്തതൊന്നുമില്ല. ശരിക്കും നോക്കുകയാണെങ്കിൽ നല്ലവണ്ണം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നാരായണ ഗുരുദേവൻ. നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അനുഭവിപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തിലുള്ളവർക്ക്. ഇത്രയും വ്യക്തമായിട്ട് അത് അറിയണമെങ്കിൽ കുന്നത്തുനാട് താലൂക്ക് SNDP-കാരൻ നാരായണ വൈഖരി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ വൈഖരി എന്നൊരു പുസ്തകം നിങ്ങളത് വാങ്ങിച്ചു പഠിക്കണം. നാരായണ ഗുരുദേവൻ എന്താണെന്ന് 1150 പുസ്തകങ്ങളുള്ളതിൽ നാരായണ വൈഖരി എന്ന പുസ്തകത്തിന് തുല്യം വേറെ ഒരു പുസ്തകവും വരില്ല. നിറപറ സോർടെക്സ് റൈസിന്റെ ചെയർമാൻ ആയിട്ടുള്ള കർണന്റെ പ്രകാശിന്റെ നേതൃത്വത്തിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. നല്ല പുസ്തകം, 2 കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ചെറിയ ചെറിയ ബിറ്റുകളാണ്. നമുക്കൊരു വർഷം പറയാൻ അതിനകത്തുണ്ട്. 1500 പോയിന്റുകളുണ്ട്. അപ്പൊ ഞാൻ വിഷയം മാറിപ്പോയതല്ല. നാരായണ ഗുരുദേവന്റെ ശിഷ്യനാണ്, അനുയായിയാണ്, ഗുരുദേവന്റെ ഭക്തനാണ് ഞാൻ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഗുരുദേവൻ പറഞ്ഞതും ചെയ്തതും എഴുതിയതും ഞാൻ ജീവിതത്തിൽ പകർത്തുന്നു എന്നുള്ളതാണ്. മൈ സന്യസ്യ മത്പര എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാ നിനക്ക് ശിഖയും രുദ്രാക്ഷമാലയും കാവ്യമുണ്ടും തരാൻ, ഞാൻ നിനക്ക് സന്യാസ ദീക്ഷ തരാമെന്നല്ല അർത്ഥം. ഞാൻ പറഞ്ഞതിൽ ഫുള്ളി ഇൻവോൾവ് ചെയ്യുക, ഞാൻ പറഞ്ഞതിൽ ഞാൻ ചെയ്ത് കാണിച്ചതിൽ ഫുള്ളി ഇൻവോൾവ് ചെയ്തുകൊണ്ട് ജീവിക്കുക. എന്ത് സിമ്പിളാണെന്നറിയാമോ അത്? അതിന് പകരം നമ്മുടെ സന്യാസിമാരൊക്കെ കൃഷ്ണനെ പൂജിച്ചോളൂ, കൃഷ്ണനെ പൂജിക്കേണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ. കൃഷ്ണനെ പൂജിക്കുമ്പോൾ തന്നെ കൃഷ്ണൻ പറഞ്ഞത് കൂടി എടുക്കാം, അപ്പോഴല്ലേ നമുക്കത് ഇഷ്ടാവുക. അതല്ലേ ശരിക്കും ഭക്തി എന്ന് പറയുന്നത്. അപ്പോ ഏതത് ജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോ അന്യത. അർത്ഥം മനസ്സിലായോ കൂട്ടരെ?
മനസ്സിലാവുന്നുണ്ടോ? ഏതാ ജ്ഞാനം? അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു ജ്ഞാനം എന്താണെന്ന്, അറിവെന്താണെന്ന് ചോദിച്ചില്ലേ? ഒന്നാമത്തെ ശ്ലോകത്തിൽ എന്താ കൃഷ്ണൻ ചോദിച്ചത്? അർജുനൻ കൃഷ്ണനോട് ചോദിച്ചത് എന്താ? പ്രകൃതിം പുരുഷം ക്ഷേത്രം ക്ഷേത്രജ്ഞം ജ്ഞാനം ജ്ഞേയം. ആ ജ്ഞാനമാണ്. ഇത് സിമ്പിളാണ്, ഇത് മാനേജ്മെന്റാണ്. എന്താണ് ജ്ഞാനം എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ 10-85 വയസ്സ് വരെ നമ്മൾ ജീവിക്കുകയാണെന്ന് വിചാരിക്കാം. 28,000 ദിവസം ജീവിക്കുന്നു എന്ന് വിചാരിക്കാം. 2 ബില്യൺ സെക്കൻഡാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ആ ജീവിക്കുമ്പോൾ മറ്റു മൃഗങ്ങളിൽ നിന്ന് നമ്മളിലുള്ള വ്യത്യാസം എന്താണോ, എന്തൊക്കെയാണോ വേണ്ടത്, മറ്റു മൃഗങ്ങൾക്ക് ഇല്ല എന്നല്ല, അവയ്ക്കുള്ളതിനേക്കാൾ വളരെ കൂടുതലുള്ള മനുഷ്യ സഹജമായിട്ടുള്ളത് അതെന്താണത്? അമാനിത്വം, ലാളിത്യം, അദമ്പത്വം, അഹങ്കാരമില്ലായ്മ, അഹിംസ, ക്ഷമ, സരളത, ആചാര്യോപസനം, ശൗചം, ക്ലീനിനെസ്, സ്ഥിരത, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം, ആത്മനിയന്ത്രണം, ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങളുടെ വിരക്തി, അനഹങ്കാരം, ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷ, ഈ 5 കുറിച്ചുള്ള ബോധം, ജന്മത്തെക്കുറിച്ച്, മൃത്യുവിനെ കുറിച്ച്, വാർദ്ധക്യത്തെക്കുറിച്ച്, വ്യാധിയെക്കുറിച്ചുള്ള അറിവ്, ദുഃഖദോഷം, ദുഃഖത്തെക്കുറിച്ചുള്ള ഗുണദോഷങ്ങളെ കുറിച്ചുള്ള അവബോധനം, അസക്തിരനഭിഷ്വംഗ, ഒന്നിനോടും ബന്ധനമില്ലാത്ത അവസ്ഥ, പുത്രധാരഗൃഹാദിഷു, പുത്രന്മാരോട്, ഭാര്യയോട്, ഗൃഹത്തോട് പരിധിക്കപ്പുറം ബന്ധനമില്ലാതെ പതുക്കെ അതെല്ലാം വിട്ടുകൊണ്ടുള്ള യാത്ര, നിത്യം ച സമചിത്തത്വം, നിത്യവും നമ്മുടെ ചിത്തം, മനസ്സിനെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനുള്ള കഴിവ്, ഇഷ്ടാനിഷ്ടോപപത്തിഷു, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും, അതൊക്കെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പോവുക. ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പോവുക. ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവലല്ല, അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പോവുക. മയി ചാന്യയോഗേന ഭക്തിരവ്യവിചാരിണി, ഞാൻ എന്താണോ നിന്നോട് പറഞ്ഞത് അത് ഭഗവത്ഗീത, അല്ലെങ്കിൽ നമ്മളുടെ ഉദ്ധവഗീത, അല്ലെങ്കിൽ വേറെ അനുഗീത. ഞാൻ പറഞ്ഞത് ഒരു ഗീതയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ജീവിതത്തിൽ മൊത്തത്തിലുണ്ട്. അതിനോട് വ്യഭിചരിക്കാത്ത വിധത്തില്, തെറ്റാകാത്ത വിധത്തില്, ഉറച്ച ബന്ധാവിലൂടെയുള്ള മുന്നേറ്റം, വിവിക്തദേശ സേവിത്വം, ഒറ്റയ്ക്കിരുന്ന് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് തന്റെ കർമ്മം ചെയ്യാനുള്ള കഴിവ്, അരതിർ ജനസംസദി, ജനങ്ങളുടെ കൂട്ടത്തിലിരുന്ന് ആസ്വദിക്കുന്നതിന് പകരം കഴിയുന്നത്രയും ഏകാന്തപതികനായിട്ട് ആസ്വദിക്കല്, അധ്യാത്മജ്ഞാന നിത്യത്വം, നിത്യവും ആധ്യാത്മികമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയരല്, തത്വജ്ഞാനാർത്ഥ ദർശനം, ഏത് വാക്കിലും വരിയിലും അനുഭവത്തിൽ നിന്നും തത്വജ്ഞാനങ്ങളെ കണ്ടുപിടിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള കഴിവ്, ഏതജ്ഞാനം, ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുക. ഇതാണ് ജ്ഞാനം. അപ്പൊ ജ്ഞാനം എന്താണ്? എന്ത് കൃത്യമായിട്ടാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതല്ലേ? ഈ 8ാമത്തെ ശ്ലോകം മുതൽക്ക് 11ാമത്തെ ശ്ലോകം, 12ാമത്തെ ശ്ലോകത്തിന്റെ 8, 9, 10, 11, 12 ശ്ലോകം മുഴുവനും പറഞ്ഞ് ഏതത് ഇപ്പൊ പറഞ്ഞതൊക്കെയാണ് ജ്ഞാനം ഇതി പ്രോക്ത, ജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് ജ്ഞാനം. അർത്ഥം മനസ്സിലായല്ലോ? അപ്പൊ ഈ ജ്ഞാനം എന്ന് പറയുന്നതിനെ കൃഷ്ണൻ ഒരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞ മാതിരിയാണ്. ഇത്രയും അധികം 8ാമത്തെ പോയിന്റ് മതി. ഇത് പക്ക മാനേജ്മെന്റാണ്, ഇത് പ്യൂവർ മാനേജ്മെന്റ്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ കൃഷ്ണൻ എന്താ പറഞ്ഞതറിയോ? അടുത്ത വരിയില്, ആ വരിയുടെ തുടർച്ചയായിട്ട് ഏത് ജ്ഞാനമിതി പ്രോക്തം, ഇത്രയും പറഞ്ഞ ഏതാണ്ട് 20 പോയിന്റ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 20ഓ 22ഓ പോയിന്റ്. അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവാം, അത് ജീവിതത്തിൽ പകർത്താം. അതാണ് ജ്ഞാനിയുടെ ലക്ഷണം. ഇതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവലാണ് ജ്ഞാനം. ഇതാണ് ജ്ഞാനം. അത് ജീവിതത്തിൽ പകർത്തുമ്പോൾ ജ്ഞാനി ആയിത്തീരും. പ്രോക്തം അജ്ഞാനം ഏതതോ അന്യഥ. അജ്ഞാനം എന്ന് പറഞ്ഞാല് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അജ്ഞാനം എന്ന അമാനിത്വം, വിനയമില്ലായ്മ, അത് അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാ. അഹങ്കാരം അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാ. ഹിംസ അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാ. ക്ഷമയില്ലായ്മ അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാ. അർത്ഥം മനസ്സിലായി? ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്.
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനം. ക്ഷേത്രം എന്താണെന്ന് അർജുനന് പറഞ്ഞു കൊടുത്തു, ക്ഷേത്രജ്ഞൻ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു, ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് മഹാക്ഷേത്രജ്ഞനായത് എന്ന് പറഞ്ഞു കൊടുത്തു, പ്രകൃതി എന്താണെന്ന് പറഞ്ഞു കൊടുത്തു, പ്രപഞ്ച പുരുഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി വേണ്ടത് ജ്ഞേയം. അത് ജ്ഞേയം. അപ്പൊ 8, 9, 10 13-ാം അധ്യായത്തിൽ 8, 9, 10, 11, 12 ഇതിന് അടുത്ത പ്രാവശ്യം എടുക്കേണ്ടി വരില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി 13-ാമത്തെ ശ്ലോകം. ജ്ഞേയം. എന്ത് ഓർഡറിലാ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്? എന്ത് ഓർഡറിലാ? NIA-യും CBI-യും ഒക്കെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അറിഞ്ഞില്ല, ഞാനല്ല കാരണം, അയാളാ കാരണം, ഇയാളാ കാരണം എന്ന് പറഞ്ഞു. എന്ത് കൺഫ്യൂസ്ഡ് ആയിട്ടാ. മുമ്പിലിരിക്കുന്നവർക്കൊരു പേരുണ്ട്, ഓക്കന്മാരാണെന്ന് ധരിച്ചിട്ടാണ് ഇവരൊക്കെ മറുപടി പറയുന്നത്. ഞാൻ കണ്ടിട്ടേ ഇല്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, എല്ലാം ഇടിവെട്ട് ഏറ്റിട്ട് എല്ലാ CCTV കത്തിപ്പോയി. അങ്ങനെ പറഞ്ഞാൽ അവർ ചോറല്ല തിന്നണെന്നാ ധരിച്ചുകൊണ്ട് ഇവരെല്ലാവരും പറയുന്നത്. ഞാൻ എന്തിനാ അങ്ങോട്ട് പോയത്? എന്ത് പറയുമ്പോഴും ശ്രദ്ധിക്കുക, മുമ്പിലിരിക്കുന്നവരെ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. നുണ പറഞ്ഞാൽ നുണ പലതുമുണ്ട്, സത്യം ഒന്നേ ഉള്ളൂ, നുണ പലതുണ്ട്. അതുകൊണ്ട് ഒരു നുണ പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ പല നുണകൾ പറയേണ്ടി വരും. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കള്ളത്തരത്തിനും അസത്യത്തിനും സംരക്ഷിക്കാനായിട്ട് ചെലവ് കൂടുതലാണെന്ന്. കള്ളത്തരവും അസത്യവും സംരക്ഷിക്കാൻ ചെലവ് കൂടുതലാണ്. ചെലവ് മാത്രമല്ല, ഊർജം കൂടുതലാണ്, ടെൻഷൻ കൂടുതലാണ്, സമ്പത്ത് കൂടുതലാണ്. ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ചെയ്തു കൂട്ടിയ തിന്മകളുടെ ആ തിന്മകളെ സംരക്ഷിക്കാനാണ് അസത്യവും അതുപോലെ തന്നെ ഫ്രോഡും കള്ളത്തരവും ചെയ്യുന്നത്. അതിനെ സംരക്ഷിക്കാൻ എന്തൊക്കെയാണോ പറയേണ്ടി വരുന്നത്? സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഏതായാലും ഇനി നമ്മൾ ജ്ഞേയം അറിയേണ്ടത് എന്താണ്? ശ്രീകൃഷ്ണൻ ഒരു തെറ്റും വന്നിട്ടില്ല നോക്കുക. ശരിക്കും ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പിലൂടെയാണ് കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ജ്ഞേയം യത് പ്രവക്ഷ്യാമി യത് ജ്ഞാത്വാ അമൃതമശ്നുതി. ഇനി ഞാൻ എത്തത് പ്രവക്ഷ്യാമി. നീ എന്നോട് ചോദിച്ചല്ലോ 6-ാമത്തെ പോയിന്റ് ആയിട്ട് ജ്ഞേയം എന്താണ്, അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചല്ലോ. അത് ഞാൻ പറയാം. പ്രവക്ഷ്യാമി യത് ജ്ഞാത്വാ. ഏതെന്നറിഞ്ഞാലാണ് അമൃതമശ്നുതി, അമരത്വത്തിലേക്ക് പോവുക. അമരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാത്ത അവസ്ഥയല്ല കേട്ടോ. അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാമൃതമശ്നുതി. വിദ്യയാ അമൃതമശ്നുതി. ശാശ്വതമായിട്ടുള്ള സമാധാനം. അസമാധാനവും അശാന്തിയും ഉണ്ടാവുമ്പോഴും ഈ അറിവ്, ഈ ജ്ഞേയം, അറിയേണ്ട അറിവ് ഉണ്ടെങ്കിൽ അസമാധാനത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും നോർമലിലേക്ക് വരാൻ സാധിക്കും. അസമാധാനത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും നോർമലിലേക്ക് വരാൻ സാധിക്കുന്നത് എന്തോ അതാണ് ജ്ഞാനം. അർത്ഥം മനസ്സിലായല്ലോ? സമാധാനക്കുറവ് എല്ലാവർക്കും ഉണ്ട്, അശാന്തിയും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പെട്ടെന്ന് നോർമലാവുക. അർത്ഥം മനസ്സിലായല്ലോ? ഒരാൾക്ക് ദേഷ്യം വന്നു, ഭയങ്കര ദേഷ്യം വന്നു. അടുത്ത സെക്കൻഡില് അയാള് ചക്കര പന്തലിൽ തേന്മഴ പൊഴിയും ചക്രവർത്തി കുമാര എന്ന പാട്ട് പാടി വിചാരിക്കാം. കേൾക്കുന്നതാണ് എന്താ തോന്നുക? ഇയാളല്ലേ ഒരു 10 സെക്കൻഡ് മുമ്പ് ദേഷ്യപ്പെട്ട് തുള്ളി ചാടിയിരുന്ന ആള് ഇപ്പൊ ചക്കര പന്തലിൽ ചക്രവർത്തി കുമാര എന്നുള്ള പാട്ട് പാടുന്നു. എന്താ അതിന്റെ അർത്ഥം? ഇയാള് നോർമൽ ആയി എന്നല്ലേ അതിന്റെ അർത്ഥം. ഇതാണ് യഥാർത്ഥത്തിൽ ജ്ഞേയം. നമുക്ക് ഏത് വേദവ്യാസനും ഏത് വിശ്വാമിത്രനും ഏത് കണ്വ മഹർഷിക്കും ഏത് ശകുന്തളയ്ക്കും ഏത് ദുഷ്യന്തനും എല്ലാവർക്കും ഉണ്ട് ടെൻഷനും, എല്ലാവർക്കും ഉണ്ട് ദുഃഖവും വേദനയൊക്കെ. പക്ഷെ പെട്ടെന്ന് നോർമലിലേക്ക് വരാൻ സാധിക്കാം. 10 മണിക്ക് ദേഷ്യം വന്നു, 10:01 നോർമലായി. 10 മണിക്ക് ദേഷ്യം വന്നു, 10:01 നോർമലായി. അപ്പൊ ജ്ഞേയം എത്ര പ്രവക്ഷ്യാമി. ജ്ഞേയം എന്താണ്, അറിയേണ്ടത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. യജ്ഞാത്വാമൃതമശ്നുതി. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അമരത്വത്തിൽ സർവശാന്തിയും ഉണ്ടാകും. അനാദിമത്പരം ബ്രഹ്മ ന സതുച്യതേ. കാര്യകാരണം എന്താണെന്ന് ചോദിക്കരുത്. കാര്യവുമില്ല കാരണവുമില്ലാത്ത ഒന്നാണ് ബ്രഹ്മചൈതന്യം. എനർജി, പ്രകാശം,
അതിന് കാര്യമില്ല, കാരണമില്ല. സത് അസതുച്യത്. സത് എന്നുള്ളതും ഇല്ല, അസത് എന്നുള്ളതും ഇല്ല. കാര്യം ചെയ്യുന്ന ആളുടെ പേര് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, കാര്യസ്ഥൻ. കാരണം അറിയാവുന്ന ആളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, കാരണവര്. ഇവിടെ കാരണവർക്കും റോളില്ല, കാര്യസ്ഥനും റോളില്ല. കാരണാഭാവേ. ലക്ഷ്മണനോട് ശ്രീരാമൻ പറഞ്ഞത് കാരണാഭാവേ കാര്യാഭാവ. ഒരു കാരണമില്ലാതെ ഒന്നും ലോകത്തിൽ നടക്കില്ല എന്നുള്ളതാണ്. ഒരു കാരണമില്ലാതെ ലോകത്തിലും ഒന്നും നടക്കില്ല ലക്ഷ്മണ. ഞാൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. അത് പ്രകൃതിക്ക് അറിയാവും. അതിനെയാണ് നമ്മൾ ഈശ്വരേച്ഛ, ദൈവനിശ്ചയം, വിധി, ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്ന, തലയിലെഴുത്ത് എന്നൊക്കെ പറയുന്നതാണ്. എൻ്റെ ശിരസില് ഈ പട്ടാഭിഷേക ജലം ഒഴിക്കേണ്ടതിന് പകരം ആ ജലം ഉപയോഗിച്ച് എൻ്റെ കാലിലേക്ക് ഒഴിച്ചിട്ട് എന്നെ കാട്ടിലേക്ക് അയക്കുന്നത് പ്രകൃതി നിശ്ചയമാണ്. കാരണം അതിനൊരു കാരണം പ്രകൃതി കണ്ടുപിടിച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ എന്താണെന്നുള്ളത്. അതുകൊണ്ട് അവിടെ നമുക്ക് ദൈവനിശ്ചയം, തലയിലെഴുത്ത്, വിധി, ഡെസ്റ്റിനി പാലിക്കാതിരിക്കാൻ പറ്റില്ല. അതിന് ദേഷ്യപ്പെട്ടുകൊണ്ട് കാര്യമില്ല ലക്ഷ്മണ എന്ന് ലക്ഷ്മണനോട് ശ്രീരാമൻ പറഞ്ഞത് ഞാൻ അവിടെ ഉള്ളപ്പോഴായിരുന്നു. ഇപ്പൊ ഓർമ്മിക്കുക, അതിനൊക്കെ കാര്യവും കാരണമൊക്കെ ഉണ്ട്. പക്ഷേ പരമമായ സത്യം ബ്രഹ്മചൈതന്യം, അതിന് കാര്യമില്ല, കാരണമില്ല. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എത്ര ദിവസം ഭഗവത്ഗീത കേട്ടതല്ലേ? അനാദിമത്പരം, ആരംഭമില്ലാത്ത ഒന്ന്, അവസാനവും ഇല്ലാത്ത ഒന്ന്. ആരംഭവും അവസാനവും ഇല്ലാത്ത മത്പരം ബ്രഹ്മ. ആ ബ്രഹ്മത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇൻട്രിൻസിക്, സ്വതസിദ്ധമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. ഇൻഹറന്റ്. അത് ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പുള്ളതാണ്. എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഇസ് കോൺസ്റ്റന്റ് എന്നാണ് ഫോർത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഇസ് കോൺസ്റ്റന്റ്. എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഇസ് കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു സിസ്റ്റത്തിന്റെ എൻട്രോപ്പി, എനർജി കണ്ടന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ്? അത് കോൺസ്റ്റന്റ് ആണ്, അത്രേ ഉള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ടാ കോൺസ്റ്റന്റ് അത് പറഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് അത് പറഞ്ഞുകൂടാ. അത് കോൺസ്റ്റന്റ് ആണ്. അർത്ഥം മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. പക്ഷേ ഒന്നുകൂടി ഞാൻ താഴത്തേക്ക് പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാനിവിടെ വെച്ച് നിർത്താം, എന്നിട്ട് താഴത്തേക്ക് പോകാം, താഴത്തേക്ക് പോവാതിരിക്കാം. അനാദി, ആരംഭം എന്താണെന്നറിയാത്ത സ്റ്റേബിൾ സ്റ്റേറ്റ് തിയറി. ഈ പ്രപഞ്ചം എന്താ ഇങ്ങനെ? ഇതിങ്ങനെയാണ്. എന്തുകൊണ്ടങ്ങനെ? അതങ്ങനെയാണ്. എന്തിനു വേണ്ടിയാണ് അതങ്ങനെ? അതങ്ങനെയാണ്. എന്തിനു വേണ്ടിയാണെന്നോ എന്തുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. ഏത്തപ്പഴം എന്താ ഇങ്ങനെ? അതങ്ങനെയാണ്. എന്നാ ഏത്തവാഴയോട് പോയി ചോദിക്കുക, താൻ പോയി ചോദിക്കുക. ഏത്തവാഴ എന്ത് പറയും? ഞാൻ ഇങ്ങനെയാണെന്ന് പറയും. ഏത്തവാഴ പറയും ഞാൻ ഇങ്ങനെയാണെന്ന് പറയും. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്, അത്രേ ഉള്ളൂ. മറ്റേ പഴം അങ്ങനെയല്ലല്ലോ, അത് അതിനോട് എന്ത് ചോദിക്കുക? അനാദി, അനാദി മത്പരം ബ്രഹ്മ. പ്രകൃത്യാലുള്ളത്, ഇൻട്രൻസിക്, ഇൻഹറന്റ്, സ്വതസിദ്ധമായിട്ടുള്ളത്, സെൽഫ് ഗൈഡിങ്, സ്വയം ദിശാബോധം തരുന്നതാ. പുറത്തുനിന്ന് ആരും ദിശാബോധം കൊടുക്കുന്നതല്ല. സെൽഫ് മോട്ടിവേറ്റിംഗ്, സ്വയം ഉത്തേജിപ്പിക്കുന്നത്. സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ്, സ്വയം ഊർജം പ്രദാനം ചെയ്യുന്നത്. സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ്, അവയർനെസ്, സ്വബോധം, പ്ലസ് പ്രജ്ഞാനം ആൻഡ് കോൺഷ്യസ്നസ്. The Hindus call it as ബ്രഹ്മം. ഇതാണ് ബ്രഹ്മം. ഹൃദയം 68 പ്രാവശ്യം ഇടിക്കുന്നു. എന്തുകൊണ്ടാണ്? അത് എന്തിനു വേണ്ടി 68 പ്രാവശ്യം ഇടിക്കുന്നത്? 35 പ്രാവശ്യം ഇടിച്ചാൽ പോരെ? അത് ഹൃദയത്തോട് ചോദിക്കണം. അപ്പൊ കാര്യകാരണം നമുക്ക് അറിഞ്ഞുകൂടാ. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു, ബ്ലഡ് പമ്പ് ചെയ്യുന്നു. എന്നാൽ എന്റെ ചോദ്യം അതല്ല. ഹാർട്ട് ബീറ്റ് ചെയ്തോട്ടെ, ബ്ലഡ് പമ്പ് ചെയ്തോട്ടെ, 68 പ്രാവശ്യം എന്തിനാ ഇടിക്കുന്നേ? അറിഞ്ഞുകൂടാ. കാര്യകാരണം സദസത് നൗച്യതേ. കാരണവും പറയാൻ പറ്റില്ല, കാരണം പറയാൻ പറ്റില്ല. ആ കാര്യവും കാരണവും പറയാൻ പറ്റാത്തത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതിനെ കുറിച്ച് അർജുന നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതാണ് ജ്ഞേയം. അതാണ് നീ അറിയേണ്ടത്. നിനക്ക് മനസ്സിലാക്കാൻ എളുപ്പമൊന്നും സാധിക്കില്ല. ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. വാക്കുകൊണ്ട് വിവരിക്കാനൊന്നും സാധ്യമല്ല. അത് അനുഭവിച്ചറിയാനും സാധ്യമല്ല. അനുഭവിച്ചറിയാനും സാധ്യമല്ല. എന്തുകൊണ്ടാണ് ഭൂമി ഉരുണ്ടത്? ഭൂമി ഉരുണ്ടത് തന്നെ. എന്തുകൊണ്ടാണ് സൂര്യൻ ഇത്രയും പ്രകാശിക്കുന്നത്? സൂര്യൻ പ്രകാശിക്കുന്നു അത്ര തന്നെ. അതിങ്ങനെ ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയം ആകുന്നു. ആരാ ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയം ആവാൻ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അമിത്ഷായാ പറഞ്ഞത്? അല്ല ഫൂലൻ ദേവിയാ പറഞ്ഞത്? അതല്ല നമ്മുടെ ബീവറേജസ് കോർപ്പറേഷനിലെ മന്ത്രിയാ പറഞ്ഞത്? അല്ലല്ലോ. പിന്നെ ആരാ പറഞ്ഞത്?
ഇവര് പറഞ്ഞാൽ അത് കേൾക്കുവോ? ഇല്ല. ഇപ്പൊ കാര്യവും കാരണവും അറിയാത്ത ഒരു പ്രപഞ്ച ചൈതന്യത്തിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കൂ അർജുന. അതാണ് ജ്ഞേയം. അതാണ് ജ്ഞേയം. മനസ്സിലായല്ലോ? ഒരു സ്ഥലത്തും ഉത്തരം കിട്ടില്ല. ഉത്തരം കിട്ടില്ല എന്നുള്ളത് അറിഞ്ഞാൽ ഉത്തരമായി. എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അവിടെയാണ്. നമ്മൾ പറയാറില്ലേ, ഐ ആം ഇഗ്നോറന്റ്. ഐ ആം ഇഗ്നോറന്റ്. ദാറ്റ് ഈസ് എ പാർഡണബിൾ മിസ്റ്റേക്ക്. ദാറ്റ്സ് എ പാർഡണബിൾ മിസ്റ്റേക്ക്. ഞാൻ ഇഗ്നോറന്റ് ആണെന്നുള്ളത് ക്ഷമിക്കാവുന്ന ഒരു തെറ്റാണ്. ബട്ട് ഐ ആം ഇഗ്നോറന്റ്, ദാറ്റ് ഐ ആം ഇഗ്നോറന്റ്. എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ, അത് പൊറുക്കാൻ പറ്റുന്നതല്ല. എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ, അത് പൊറുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അറിഞ്ഞുകൂടാ എങ്കിൽ സാരമില്ല, പക്ഷെ അറിയേണ്ടതാണ്. എന്താ? എല്ലാം ഈ സയൻസ് കൊണ്ട് പോലും വിവരിക്കാൻ പറ്റില്ല. പച്ച മാങ്ങാപ്പുളി പഴുത്തു കഴിഞ്ഞാൽ അത് മധുരമാവുന്നു. കാരണം പറയാം, ഷുഗർ ആവുന്നു. എങ്ങനെ ഈ ഷുഗർ ഉണ്ടായത്? എന്തിനാ ഷുഗർ ഉണ്ടായത്? ആ ഷുഗർ ഉണ്ടാക്കിയതിന്റെ പുറകിൽ ആരാ പ്രവർത്തിച്ചത്? അങ്ങനെ ഷുഗർ ഉണ്ടാവണം, മധുരമാവണം എന്ന് തീരുമാനിച്ചത് ആരാ? ഇതെല്ലാത്തിനോട് ചോദിച്ചു നോക്കാം. ആ ചോദ്യം തഥക്കിം തഥക്കിം, ഇനി എന്ത്, ഇനി എന്ത്, ഇനി എന്ത്? ആ എന്ത് എന്ന ചോദ്യത്തിനും ഏത് എന്ന ചോദ്യത്തിനും, വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ, ഈ ചോദ്യങ്ങൾക്ക് പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് ഉത്തരം കിട്ടില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, കാര്യം കാരണം രണ്ടും വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റാത്തതിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. അവസാനം ശരിക്ക് അറിവുള്ളവര് പറയും, അറിയുന്നവനുമില്ല, അറിയിക്കാൻ കഴിവുള്ളവനും ഈ ലോകത്തിലില്ല. അറിയുന്നവനുമില്ല, അറിയാൻ കഴിവുള്ളവനുമില്ല. അത്ര ചക്ഷുർ ഗച്ഛതി ന വാഗ് ഗച്ഛതി നോ മനഃ. കണ്ണുകൊണ്ട് കണ്ടുപഠിക്കാൻ സാധ്യമല്ല, ചെവി കൊണ്ട് കേട്ടു പഠിക്കാൻ സാധ്യമല്ല, മനസ്സുകൊണ്ട് മനനം ചെയ്ത് പഠിക്കാൻ സാധ്യമല്ല. ന വിദ്മോ, അറിയാവുന്നവരാരും ഇല്ല എന്ന് പറഞ്ഞത് മഹർഷി പറഞ്ഞതാണ്, നമ്മളെ പോലെയുള്ളവരൊന്നും പറഞ്ഞതല്ല. അറിയുന്നവരാരും ഇല്ല. ന വിജാനീമോ, അറിയിക്കാൻ കഴിവുള്ളവരുമില്ല. യഥൈതദനുശിഷ്യ, പിന്നെ ഞാൻ എങ്ങനെയാ നിന്നെ പഠിപ്പിക്കുന്നത്? എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ സാധിക്കില്ല, കാരണം അറിയില്ല. അതിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനെയാണ് ജ്ഞേയം എന്ന് പറയുന്നത്. ജ്ഞേയം എന്ന് പറയുന്നത് 15 കൂടി എടുക്കാല്ലേ. സർവേന്ദ്രിയ ഗുണാഭാസം, സർവേന്ദ്രിയ വിവർജിതം, അസക്തം സർവ ബ്രച്ചൈവ, നിർഗുണം ഗുണഭോക്തൃച്ച. ഈ വാക്കുകളെല്ലാം വിവരിക്കാൻ പറ്റാത്തത് എന്നർത്ഥമാണ്. സർവേന്ദ്രിയ ഗുണാഭാസം, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇന്ദ്രിയങ്ങളെ ചെവി കൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല, നതത്ര കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല, നതത്ര ചക്ഷുർ ഗച്ഛതി ന വാക് ഗച്ഛതി, വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല, ന മനഃ മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല, ന വിദ്മോ അറിയുന്നവരാരും ഇല്ല. അതുകൊണ്ട് സർവേന്ദ്രിയ ഗുണാഭാസം, എല്ലാ ഗുണങ്ങൾക്കും അതീതമായിട്ട്, സർവേന്ദ്രിയ വിവർജിതം, ഇന്ദ്രിയങ്ങളുടെ സ്വാധീനമില്ലാത്ത ലെവലിലുള്ളത്, അസക്തം സർവവൃക്ഷൈവ, ഒന്നിനോടും ബന്ധവും ബന്ധനവും ഇല്ലാത്തത്, നിർഗുണം, ഗുണവുമില്ലാത്തത്, പ്രോപ്പർട്ടി ഇല്ല, ഗുണഭോക്തൃച്ച, എന്നാൽ ഗുണങ്ങളുടെ ഭോക്താവായിട്ടുള്ളത് ഏതാണോ അതിനെക്കുറിച്ച് നീ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏതായാലും അത് ഞാൻ കുറേ കൂടി അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. ഇത്രയും മനസ്സിലാക്കാൻ കുറേയെങ്കിലും സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. സാധിക്കുന്നു. ഇന്നലെ ഒരാളൊരു കമന്റ് ചെയ്തിരുന്നു. ആ കമന്റ് എനിക്ക് ഹൃദയസ്പർശിയായിട്ട് തോന്നുന്നു. ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയാണ് സാറ് ഞങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് എന്ന്. അതിനൊരു കാരണമുണ്ട്. മുമ്പിലുള്ള കുട്ടികൾ പഠിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന, അടുത്ത് ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് കേൾക്കാനുള്ള ത്വരയോടുകൂടി ഇരിക്കുന്ന നിങ്ങളുടെ മുഖം എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അപ്പൊ പിന്നെ വാങ്ങിക്കാൻ കൈനീട്ടി നിൽക്കുന്നവർക്ക് കൊടുക്കാൻ സുഖമല്ലേ, സന്തോഷമല്ലേ, ആത്മനിർവൃതിയല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇന്നലെ വിവരിച്ചത് മുഴുവനും ഞാൻ ഇന്ന് ആവർത്തിച്ചു.
അത് ആവർത്തിക്കാൻ കാരണം കുറേ പേരുടെ കമൻ്റ് അനുസരിച്ച് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്നുള്ള രീതിയിലുള്ള കമൻ്റ് വന്നു. ഇത്ര ദിവസത്തിനകത്ത് തീർക്കാമെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രജ്ഞ യോഗം എന്നുള്ളത് അത്ര പ്രാധാന്യമുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് ഇത് ഇത്ര പ്രാധാന്യമുള്ളതായിട്ട് അനുഭവപ്പെടുന്നത്. ഏതായാലും സന്തോഷമുണ്ട്. ഒരു കാര്യം മാത്രം, നമ്മളുടെ മുമ്പിൽ നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം, ആ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ജീവിതം. കുറേ പ്രായമായവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, 1/3 ഭാഗം 1/3 ഭാഗം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം. നിങ്ങൾക്കിപ്പോൾ പായസം കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടായാലും പായസം കഴിക്കാം. നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങണം തോന്നുകയാണെങ്കിൽ ഉറങ്ങാം. നല്ല പാട്ട് കേൾക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി 1/3 ഓഫ് യുവർ എനർജി, ടൈം, മണി ആൻഡ് നോളജ് നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം. കുറച്ച് പ്രായമായവർ 1/3 നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാം. 1/3 നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, യുവർ എനർജി, യുവർ ടൈം, യുവർ നോളജ്, യുവർ വെൽത്ത്. 1/3 യുവർ ടൈം, എനർജി, വെൽത്ത് ആൻഡ് സമൂഹത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. കുറേശ്ശെ ഞാൻ ആ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. കയ്യിലുള്ള പൈസയുടെ 1/3 ഭാഗം നാട്ടുകാർക്ക് വിതരണം ചെയ്യണമെന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ 1/3 ഒരു 10, 55, 60, 65 വയസ്സ് കഴിഞ്ഞ് കുടുംബഭാരം കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ ഈ നാട് അടിമുടി മാറുന്നുണ്ട്. ഓരോ ദിവസവും മാറുന്നുണ്ട്. എവറി ഡേ വി ആർ ചേഞ്ചിങ്. ദാറ്റ് ചേഞ്ച് ഈസ് ഇന്നവിറ്റബിളി ടേക്കിംഗ് പ്ലേസ്. ഭാരതമാകുന്നുണ്ട്. അതിന് നമുക്കെല്ലാവർക്കും റോളുണ്ട്. ആ റോൾ അഭിനയിക്കാൻ ഭാരതമാതാവും ഋഷീശ്വരന്മാരും അനുഗ്രഹിക്കട്ടെ. നവരാത്രി ദിവസം 9 ദിവസവും 6 തൊട്ട് 6:20 വരെ, അല്ലെങ്കിൽ 7:30 ഈ ക്ലാസ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കുറച്ച് സ്വീറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ആഘോഷിക്കുക. നവരാത്രി നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നവംബർ 14-ാം തീയതി ദീപാവലി പൊങ്കാല. രാവിലെ 7 മണിക്ക് ഞാൻ ഇതേപോലെ നിങ്ങളുടെ മുമ്പിലിരിക്കും. നിങ്ങളെ ജീവിത സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അത് അപ്പോൾ ചെറിയ പൊങ്കാലയൊക്കെ കലത്തിലുണ്ടാക്കുക. വിദേശത്തുള്ളവരാണെങ്കിൽ മൺകലം കിട്ടില്ല, സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കാം. 7:45 നിവേദിക്കാം. അപ്പോൾ സാധിക്കാത്തവർക്ക് 8 നിവേദിക്കാം. 8 വീട്ടിനകത്ത് ഒരു ദേവിയുടെ ചിത്രമൊക്കെ വെച്ച് മഴുവഞ്ചേരി പൊങ്കാല ഇപ്രാവശ്യം വീട്ടിലാണ്. നമ്മുടെ മഴുവഞ്ചേരി പൊങ്കാല ദീപാവലി ദിവസം രാവിലെ 7 തൊട്ട് 8:15 വരെ. 7:45 തീർക്കാം, 8 തീർക്കാം, 8:15 തീർക്കാം. നിർബന്ധമായിട്ടും വേണം. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കലണ്ടറും പബ്ലിക്കേഷനും വേണമെന്നുള്ളവർക്ക് സൂപ്പർ കലണ്ടറാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കലണ്ടർ നല്ല കലണ്ടറാണ്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്താണ്. അതുകൊണ്ട് നല്ലതാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞല്ല. 9446361149 9446611149. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ എല്ലാം എൻ്റെ കൈകൊണ്ടെടുത്ത് ഗുരുവായൂരപ്പനും അതുപോലെ പൂർണ്ണത്രയീശനും ജഗദീശ്വരനും ഭാരതമാതാവിനും ഋഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യേവ ച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. എല്ലാവർക്കും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം.